നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഈ 3 ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുവാൻ, കർത്താവിന്റെ വചനത്തിൽ സംസാരിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചതിനായിട്ട് സ്തോത്രം. ഞാനും അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ AG-യിൽ സ്നാനപ്പെട്ട ആളാണ്. എൻ്റെ വേദവിദ്യാഭ്യാസം പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിലായിരുന്നു. അതുകൊണ്ട് ഐ ഹാവ് സം റൂട്ട്സ് ഇൻ അസംബ്ലി ഓഫ് ഗോഡ്. ഞാൻ പ്രത്യേകിച്ച് AG-യുടെ ഒരു ശുശ്രൂഷകനല്ല, ഒരിക്കലും ആയിരുന്നില്ല. കാരണം കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ മറ്റു മിഷൻസുമായിട്ട് മിഷൻ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. 10 വർഷത്തോളം ആന്ധ്രയിലായിരുന്നു. ആന്ധ്രയിലെ മിഷൻ ഫീൽഡ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന ശേഷം ഞാനൊരു ബൈബിൾ സ്റ്റഡി, ദൈവത്തിന്റെ നിയോഗത്താൽ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുകയും അതങ്ങനെ ഒരു ചർച്ചായിട്ട് എറണാകുളത്ത് ഒരു ചർച്ച് ഞങ്ങൾക്കുണ്ട്. ഇത് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്, ഞങ്ങളൊരു അഫിലിയേഷനിലല്ല പോകുന്നത്. ബട്ട് ഐ ഹാവ് റൂട്ട്സ് ഇൻ AG. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാനിങ്ങനെ ഇൻട്രഡക്ഷൻ സാധാരണ പറയാറില്ല. പക്ഷേ നിങ്ങളോട് വചനം സംസാരിക്കാൻ ദൈവം എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്താണ് സംസാരിക്കേണ്ടത് ഞാൻ കുറെ ആലോചിച്ചു. കാരണം ആലോചിക്കണമല്ലോ. നമ്മൾ 3 ദിവസം 3 സെഷൻ നമ്മൾ ഇനി കാണുമെന്ന് അറിയില്ല. കാരണം ലോകം അങ്ങനെയാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവ് വരും. അങ്ങനെയാണ് നമുക്കിനി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇനി അതിനു മുമ്പ് നമ്മൾ നീക്കപ്പെട്ടാലും പ്രസംഗിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് വി ഓൾവേസ് പ്രീച്ച് ആസ് പീപ്പിൾ ഹു ആർ റണ്ണിങ് ടു അവർ ഡെസ്റ്റിനേഷൻ. ഒരു ചെറിയ മോമെന്റ് നമ്മൾ നിന്ന് എമർജൻസി ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ഉറപ്പുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കേണ്ട ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉള്ളതായതുകൊണ്ടും അന്ത്യകാലത്ത് സഭകളോട് കർത്താവ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ മാർച്ച് 13 മുതൽ ഡിസംബർ 23 വരെ ഞാൻ ഒരു പുൾപിറ്റിലും പ്രസംഗിച്ചിട്ടില്ല. അത്രയും കാലഘട്ടം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. ലോങ് മന്ത്സ്. ഡിസംബർ 23-നാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന ചർച്ചിന്റെ ഒരു മീറ്റിംഗിലാണ് അത് ബ്രേക്ക് ആകുന്നത്, ലോക്ക്ഡൗൺ. പിന്നെ ഞങ്ങൾ ആന്ധ്രയിൽ പോയി. ആന്ധ്രയിൽ ഞങ്ങളുടെ മിഷൻ ഫീൽഡിലെ ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം എല്ലാ വർഷവും 2 പ്രാവശ്യമായിരുന്നു. 3 പ്രാവശ്യം 3 ക്യാമ്പുകളുണ്ട്. അതിന് പോകാറുണ്ട്. അപ്പം അതിന് പോയി ഫിസിക്കൽ. ഇനി അടുത്ത ആഴ്ച തമിഴ്നാട്ടിലെ പാസ്റ്റേഴ്സിന്റെ ഒരു ബൈബിൾ സ്റ്റഡി, അതും ഞങ്ങളൊരു 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ക്യാമ്പാണ്. അപ്പോൾ യാത്രകൾ ആരംഭിക്കുകയാണ്. ഈ യാത്രകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചു തന്നത് പത്രോസിന്റെ ലേഖനമാണ്. പത്രോസിന്റെ ലേഖനം വീണ്ടും വീണ്ടും വായിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിർബന്ധം എന്റെ മേലുണ്ടായിരുന്നു. മാർച്ച് മാസവും ഏപ്രിൽ മാസവും ഈ 2 ലേഖനമല്ലാതെ ഞാൻ ഒന്നും വായിച്ചിട്ടില്ല. അതിൽ നിന്നല്ലാതെ ഒന്നും ധ്യാനിച്ചിട്ടില്ല. ഞാൻ 1 പത്രോസിന്റെ ലേഖനം ചെറിയ 10-15 മിനിറ്റുള്ള മെഡിറ്റേഷൻ ക്ലിപ്സ് ആയിട്ട് ഈ വാട്സാപ്പിൽ ഞാൻ എൻ്റെ ചർച്ചിൽ എൻ്റെ പരിചയമുള്ളവർക്കും രാവിലെ അയക്കുമായിരുന്നു. കാരണം ഇത് അന്ത്യകാലത്ത് ദൈവം സംസാരിക്കുന്നതെന്ന് ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ വർഷാവസാനം ആയപ്പോഴേക്കും കർത്താവിന്റെ ആത്മാവ് എന്നെ യാക്കോബിന്റെ ലേഖനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഞാനിത് പറയാനുള്ള കാരണം, ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പാറ്റേണിനെ കുറിച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരിക്കും യാക്കോബാണോ പത്രോസാണോ ആദ്യം വരുന്നത് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അതിന്റെ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം ശരിക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ലേഖനമാണ്. പലപ്പോഴും പൗലോസ് പറയുന്നതിനൊക്കെ എതിര് പറയുന്ന ഒരു ലേഖനമായിട്ട് പലരും ഇതിനെ എടുത്തുകൊണ്ട് വരാറുണ്ട്. എന്നാൽ യാക്കോബ് അങ്ങനല്ല സംസാരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വിശ്വാസം എന്താണെന്നും വിശ്വാസം ഉളവാക്കേണ്ട നീതീകരണം എന്താണെന്നും മനസ്സിലാക്കാൻ യാക്കോബിന്റെ ലേഖനം വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ലേഖനങ്ങളും വളരെ പ്രധാനമാണ്. നമുക്കറിയാം അപ്പോസ്റ്റോലിക് ടീച്ചിങ്, ഡോക്ട്രിൻസ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. ഈ വിശ്വാസ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം.
നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിലാണ് ഫൗണ്ടേഷണൽ ട്രൂത്ത്സ് എന്താണെന്ന് നമ്മൾ വായിക്കുന്നത്. ചർച്ചിന്റെ ഫൗണ്ടേഷൻസ് പത്രോസ് സംസാരിക്കുന്ന ആ ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അപ്പൊ പോയിന്റ് നമ്പർ 1 മാനസാന്തരം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 2 കാര്യമായി, മാനസാന്തരം, സ്നാനം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇപ്പൊ 3 കാര്യമായി, പരിശുദ്ധാത്മദാനം. 3 തിങ്സ്. 4-മത് എന്താണ്? 4-മത് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല ഞാൻ 4-മത് പറയാൻ പോകുന്നത്. 40-ാം വാക്യം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവരോട് പറഞ്ഞു. വേർപാട് 4-മത്തെ കാര്യം. ഇപ്പൊ 4 കാര്യങ്ങളാണ് പത്രോസ് സംസാരിച്ചത്. ഇപ്പൊ സഭ ഉണ്ടാകുന്ന ഈ 4 കാര്യങ്ങളാലാണ്. 4 കാര്യങ്ങളാലാണ് സഭ ഉണ്ടാകുന്നത്: മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മദാനം, വേർപാട്. ഇത്രയായി കഴിയുമ്പോൾ ഒരു സഭയായി. മാനസാന്തരപ്പെടുന്ന ആളുകൾ സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച് വേർപെടുമ്പോൾ, ആ വേർപാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പെന്തക്കോസ്തുകാരെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ വരുമ്പോൾ വേർപാട് പറയില്ല. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, 7ആയി. അപ്പൊ ഈ ബ്രദറുകാർ എന്താ പറയുന്ന അറിയാൻ വേണ്ടി ഞാൻ ബ്രദറുകാരോട് ചോദിച്ചു, ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ അവര് പറഞ്ഞ്, അവര് പരിശുദ്ധാത്മദാനം പറയില്ല, മാനസാന്തരം, സ്നാനം, വേർപാട്, അങ്ങനെയാണ്. സത്യം പറഞ്ഞ 8 ഉണ്ട്. വേർപാടും ഉണ്ട്, പരിശുദ്ധാത്മദാനവും ഉണ്ട്. ഇത് എല്ലാം ഉണ്ടല്ലേ, 8 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളാണ് പത്രോസ് അവരോട് പറഞ്ഞത്. ഈ 4 കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഭകൾ ഉണ്ടാകുന്നു, മാനസാന്തരപ്പെടുന്നു, ആളുകൾ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ആത്മാവിനെ പ്രാപിക്കുന്നു, വേർപെട്ട കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഓൾ ആ 4 കാര്യങ്ങളാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതെല്ലാം വേണമെന്ന്. പക്ഷെ അതിന്റെ ആത്മീകമായ അർത്ഥം വേറെയാണ്. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ആയിരിക്കണം എന്നില്ല. ഡീപ്പർ സെൻസ് അതെന്താണ്, ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇനി അത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 42-ാം വാക്യം പറയുമ്പോൾ ഇനി ഒരു 4 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ടോട്ടൽ 7 അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് 8 ഉണ്ട്. ഓക്കെ, 42-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചുമ്പോൾ. അപ്പോ അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ എങ്ങനെയാ കേൾക്കുന്നത്? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി പാസ്റ്റേഴ്സ് പറയുന്ന പ്രസംഗങ്ങൾ കേട്ട് പഠിച്ച് അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ പാസ്റ്റേഴ്സിന്റെ പ്രസംഗം കേൾക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ഈ ഉപദേശം എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഉപദേശം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലാണ് ഉള്ളത്. അപ്പൊ ശരിക്കും സഭ പഠിക്കേണ്ട അടിസ്ഥാനം എന്ന് പറയുന്നത് എവിടെയുണ്ട്? സഭ പഠിക്കേണ്ട അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലുണ്ട്. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള എഴുത്തുകളിൽ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് സഭയ്ക്ക് അടിസ്ഥാനം ഇടുന്നത് എന്നുള്ള വിഷയങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചേ പറ്റും. അത് സഭയുടെ ഫൗണ്ടേഷനാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ടാണ് സഭ പണിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അപ്പോസ്റ്റലിക് ടീച്ചിങ്? വാട്ട് ഡു ദ അപ്പോസിൽസ് ടീച്ച്? എന്താണ് ടീച്ചിങ് മാറ്റർ? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ സഭകളിലും വേദപുസ്തകം നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ ലേഖനങ്ങളും നമ്മളെ ആത്മാവിൽ വളർത്താൻ ആവശ്യമാണ്. എന്നാൽ സഭയുടെ ഫൗണ്ടേഷനിൽ ഈ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാം? അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന വളരെ വ്യത്യസ്തമായ, സാമാന്യമല്ലാത്ത, സ്പെഷ്യൽ ആയിട്ടുള്ള വെളിപ്പാടുകളാണ്. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള വെളിപ്പാടുകൾ എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില എലമെന്റ്സ് ഉണ്ട്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിലെ വിശുദ്ധീകരണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളതാണ്. ഈ അപ്പോസ്റ്റലിക് ടീച്ചിങ് ഇല്ലാതെ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുക അസാധ്യമാണ്. അസാധ്യമാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിശ്വാസ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാറുണ്ട്. 1-2 അഡ്ജസ്റ്റ്മെന്റ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എല്ലാ ജീവിതത്തിലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിഷമം തോന്നില്ലെങ്കിൽ ഞാനിപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. സം ഐറണീസ്, അതായത്
ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് ആരും ഒന്നും മിണ്ടണ്ട, മനസ്സിലാലോചിച്ചാൽ മതി. ഞാൻ നേരിട്ട് വരുമായിരുന്നെങ്കിൽ ഇതെല്ലാം ചോദിച്ചേനെ. നേരിട്ട് വരാത്ത നിങ്ങളുടെ ഭാഗ്യം എന്റെയും ഭാഗ്യം. എല്ലാവരും മ്യൂട്ടായിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ ഇപ്പം മരിച്ച? ഷുവറാണോ? ഷുവർ ആണെന്നുള്ളവര് മനസ്സിൽ ഷുവറായിട്ട്, പക്ഷെ അതിനകത്ത് കുറെ ചോദ്യങ്ങളുണ്ട്. ഷുവർ ആണോ അല്ലയോ? നമ്മുടെ ഒരു വലിയ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? ഇനി സ്വർഗത്തിൽ പോകുമെന്നായിരുന്നു നിങ്ങളുടെ മറുപടി എങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞത്, എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ലെ? അത് എത്ര അധ്യായത്തിലാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് പറഞ്ഞത്, ആണല്ലോ. അപ്പൊ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പിതാവിന്റെ ഇഷ്ടം. ഇപ്പൊ പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്നവർ മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ? സ്വർഗത്തിൽ പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗിരിപ്രഭാഷണം അനുസരിക്കാത്ത ആരും സ്വർഗത്തിൽ പോവില്ല. അങ്ങനെയാണെങ്കിൽ ഗിരിപ്രഭാഷണത്തിലെ വാക്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിത് 20 വർഷം മുമ്പ് പരിശോധിച്ച് നോക്കിയതാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക. അനുസരിച്ചവർക്കൊന്ന് കൈപൊക്കാം. വേണ്ട, കൈപൊക്കണ്ട, ചിന്തിച്ചാൽ മതി. കാല് വെട്ടിക്കളയുക. നിന്റെ സഹോദരൻ പുതപ്പി വെച്ച ഉടുപ്പും കൂടെ കൊടുക്കുക. നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണ്ണനാകുക. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം നോക്കിക്കേ. നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എന്നെ നിഗമിക്കുക. നിങ്ങൾ കല്യാണം നടത്തുമ്പോൾ വഴിയിരിക്കുന്ന ദരിദ്രരെയും കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെയും വിളിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുന്നേ? ഈ അനുസരിക്കണമെന്നൊരു ഭാരം തോന്നിയിട്ടുണ്ടോ? കണ്ണു ചൂടുന്നിടത്ത് എറിഞ്ഞ് കളയണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പണ്ട് തോന്നിയായിരുന്നു. 2007 തോന്നിയായിരുന്നു. കണ്ണൊന്ന് ചൂടിനെടുത്ത് എറിഞ്ഞ് കളഞ്ഞാൽ. അങ്ങനല്ല തോന്നിയത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഈ കണ്ണില്ലായിരുന്നെങ്കിൽ എത്രയോ പാവങ്ങൾ കുറച്ച് ചെയ്താൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. നോട്ടിലുള്ള പാവം വരുന്നില്ല, മോഹങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പം ഒരു വണ്ടി കണ്ടാൽ മോഹിക്കണ്ട, വീട് കണ്ടാൽ മോഹിക്കണ്ട, ഡ്രസ്സ് കണ്ട് മോഹിക്കണ്ട, ഒന്നും കണ്ട് മോഹിക്കണ്ട. മോഹം എന്ന് പറയുന്ന സാധനം തന്നെ കണ്ണങ്ങ് മാറിക്കഴിഞ്ഞാൽ കുറെ എല്ലാം ഒന്നും പോവില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം അങ്ങനെ ചിന്തിച്ചു. 2 ദിവസം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ്, 2 ദിവസം കഴിഞ്ഞ് തോന്നുന്നു, ഓർമ്മ 2007 നടന്ന കാര്യം. എന്റെ കണ്ണിനും തലയ്ക്കും എല്ലാം ഭയങ്കര വേദന. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴേ ഗ്ലൂക്കോമയാണ്, കണ്ണിന്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ണു ചൂടുന്നിടത്ത് എറിഞ്ഞ് കളയേണ്ടി വരും ചിന്തിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും പ്രശ്നമായി. അപ്പൊ ഞാൻ നിലവിളിച്ചു, എന്റെ കർത്താവേ ഇടർച്ചയൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം, എന്റെ കണ്ണിനൊന്നും വരലേ എന്ന് നിലവിളിച്ചു. എടുത്തു കളയാൻ പറ്റിയില്ല, എടുത്ത് കളയില്ലേ നിലവിളിച്ചു. ഇപ്പോഴും കണ്ണ് അതുപോലെ തന്നെയുണ്ട്. അപ്പോ വെള്ളെഴുത്ത് എന്ന് പറഞ്ഞൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മളെ കൊണ്ട് ഇതൊന്നും കഴിയുന്നില്ല. ഇനി കർത്താവ് പറഞ്ഞൊരു ഒറ്റ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്തോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരൊറ്റ കൽപ്പന. ഇപ്പൊ ഞാൻ ചോദിക്കും, കർത്താവ് എങ്ങനെയാ നീ സ്നേഹിച്ചത്? ഉത്തരം, സ്നേഹിതന് വേണ്ടി ജീവൻ വെക്കുന്നതിനേക്കാൾ അധിക സ്നേഹം ആർക്കും ഇല്ല. അപ്പൊ അടുത്തിരിക്കുന്ന സൂമിൽ ഇപ്പൊ എല്ലാവരെയും കാണാലോ, അടുത്തിരിക്കുന്ന ആളെയും നോക്കിക്ക്, എല്ലാരെയും നോക്കി, ജീവൻ കളയാനുള്ള സ്നേഹം തോന്നുന്നുണ്ടോ? അവിടെയും ചുറ്റി. അപ്പൊ കർത്താവ് പറഞ്ഞ കൽപ്പനകളിൽ ആകെ അനുസരിച്ചേക്കുന്ന സ്നാനം, അത് തന്നെ ശരിക്കാണോ ചെയ്തേക്കുന്നത് ഇനി പരിശോധിച്ച് എനിക്കറിയാം. സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ പോകും. എന്ത് ചെയ്യും? ഈ ഒരു ഐറണിയായിട്ട് എത്ര നാളെ നമ്മൾ ജീവിക്കുന്നു? അനുസരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു? ഇനി സ്വർഗത്തിൽ പോവില്ല എന്ന് ഉത്തരം പറഞ്ഞവരോട് അടുത്ത സംസാരം. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ അവരോടാ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ? സ്വർഗത്തിൽ പോവില്ല എന്ന് ചിന്തിച്ചവര് ഏതായാലും 2-3 പേരെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ ഇപ്പൊ ഇവിടെയുള്ള 32 പേരിൽ ഒരു 28 പേരും പോവില്ല എന്ന് ചിന്തിച്ചവരായിരിക്കും. ഇന്നത്തെ എന്റെ അനുഭവം അതാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? ഈ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാ വിശ്വാസം. നിങ്ങൾക്ക് പ്രത്യാശയില്ലെങ്കിൽ വിശ്വാസികളല്ലെന്ന് അർത്ഥം. ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ രാത്രി കിടന്നുറങ്ങും? രാത്രി ഒരു ശ്വാസം വിട്ട് അടുത്ത ശ്വാസം വന്നില്ലെങ്കിൽ നിങ്ങളില്ല. ഇപ്പൊ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ലാത്തവർ ഉറങ്ങരുത് കേട്ടോ, ഇന്ന് ഉറങ്ങരുത്. കാരണം എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കണ്ണടച്ച് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
നിങ്ങൾ എന്ത് ധൈര്യത്തിനാണ് റോഡിലിറങ്ങി നടക്കുന്നത്? മരിച്ച സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലെങ്കിൽ, ഈ കോവിഡും ഇതെല്ലാം പ്രശ്നങ്ങളും ഉള്ളത്, ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? എന്ത് സന്തോഷമുണ്ട് ജീവിതത്തിൽ? അതാണ് ഇവരോട് ചോദിക്കാനുള്ള ചോദ്യം. ഒരർത്ഥത്തിൽ നോക്കി നമ്മളൊന്നും അനുസരിച്ചിട്ടില്ല, പോകാനൊരു സാധ്യതയില്ല. എന്നാൽ അതേ സമയത്ത് പോകും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ 1992, ഇതാണ് ഈ ഐറണി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ ഈ കാര്യങ്ങളൊക്കെ അല്ലെ? ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ അപ്പോസ്തലിക ഉപദേശം പഠിച്ചാലേ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. എങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ വിശദീകരണം പ്രാപിക്കുന്നത്, ഇത് നമുക്ക് മനസ്സിലാകാതെ കൺഫ്യൂഷൻ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ 1992 ആദ്യമായിട്ട് സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടൊന്നുമില്ല. 94 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 92 ആദ്യമായിട്ട് പ്രസംഗം കേൾക്കുന്നത്. പ്രസംഗം കേൾക്കുമ്പം ഒരു ചർച്ചിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ആ ചർച്ചിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച ഒരാള് ഇങ്ങനെ നല്ലപോലെ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവരെല്ലാം, ഇത് വിശ്വസിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ കുറെ പേര് എഴുന്നേറ്റ് നിന്നു. ഞാൻ എഴുന്നേറ്റില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടവരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ മിക്കവാറും എല്ലാവരും എഴുന്നേറ്റ്. 5-6 പേരുള്ളൂ എഴുന്നേക്കാൻ. വലിയ കൺവെൻഷനാണ്. അപ്പൊ ഈ സ്റ്റേജിൽ നിന്നയാള്, ഞാൻ ഇത്തിരി തടിയുള്ള ആളെ, എന്റെ പഴയ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഈ നല്ല തടിയുള്ള ആളായിരുന്നുകൊണ്ട് ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ പാസ്റ്റർ അല്ലെ ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ എന്നെ നോക്കിയിട്ട് ഒരു ഡയലോഗ്, ഇന്ന് നീ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് നീ തട്ടിപ്പോയാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? ഒരു ചോദ്യം എന്റെ നേരെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇരുന്ന പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ? ഭയം, മരണഭയം. അതായത് നമ്മൾ റിയലി ഒന്ന് ചിന്തിച്ചു നോക്കി, നരകം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സെക്കൻഡ് അതുകൊണ്ടുള്ള ദൂരം, ഒരു സെക്കൻഡാണ് അങ്ങോട്ടുള്ള ദൂരം. ഒരു സെക്കൻഡ്, ഒരു ശ്വാസം പോയ പിന്നെ നമ്മൾ അവിടെ കിടന്ന് പിടയ്ക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കി. റിയലി അതിന്റെ സെൻസ് ഓഫ് സീരിയസ്നെസ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നില്ലേ? ശരിക്കും ഭയം തോന്നും. ഇപ്പൊ പ്രത്യാശയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ജീവിതം എന്ന് പോലും തന്നെ പറയാൻ പറ്റില്ല. എന്നാൽ ജീവിക്കാനുള്ളതൊന്നും നമ്മൾ ചെയ്യുന്നുമില്ല. അപ്പോൾ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ താനും. നമ്മളത് ചെയ്യുന്നില്ല താനും. എന്നാൽ പ്രത്യാശയും വിശ്വാസവും ഇല്ലെങ്കിൽ നമ്മളെ വിശ്വാസം എന്ന് വിളിക്കാൻ പറ്റില്ല താനും. ഇത്രയും കേട്ടാൽ മതിയല്ലോ. ഇപ്പം ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ വേർ ആർ വി സ്റ്റാൻഡിങ്? ഈ വേർ വി സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താ സാധനം? ഒരു പുസ്തകമാണ്, ഏജിയുടെ ഒരു പുസ്തകം. അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലെ? വേർ വി സ്റ്റാൻഡ് എന്നുള്ളത് അമേരിക്കയിലുള്ള അസംബ്ലി ഓഫ് ഗോഡിന്റെ വിശ്വാസ പ്രമാണങ്ങളെ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേർ വി സ്റ്റാൻഡ്, ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, പണ്ട് വായിച്ചതാ. ഓക്കെ, ഏജിയിൽ സംസാരിക്കുന്ന എനിക്കൊരു ചെറിയൊരു സന്തോഷമുണ്ട്. ഞാൻ ഏജിയിലുള്ളതുകൊണ്ട് മാത്രം, ഉണ്ടായിരുന്നത് കൊണ്ടല്ല. ശരിക്കും അമേരിക്കയിലെ ഏജി ആണ് അവിടെയുള്ള പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ ഏറ്റവും സൗണ്ട് ഡോക്ട്രിനുള്ള ചർച്ച് അമേരിക്കയിൽ. കാരണം അമേരിക്കയിലെ ഏജി ചർച്ചിന് ഒരു സൗണ്ട് ഡോക്ട്രിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മറ്റു ചർച്ചുകൾക്ക് അതില്ല, അത് എത്രയും ഇല്ല. ഡിഫറൻസ് ഉണ്ട്. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ടീച്ചിങ്. ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബട്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഇവിടെ ഒരു വ്യത്യാസമില്ല കേട്ടോ. മലയാളികളെല്ലാം കണക്കാണ്, ഓൾ ആർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പോലെ. ദർ ഇസ് നോ ഡിഫറൻസ്. പക്ഷേ ഇൻ അമേരിക്ക അസംബ്ലി ഓഫ് ഗോഡ് ഹാസ് ആൻ ഇവാഞ്ചലിക്കൽ തിയോളജി ഓഫ് സാൽവേഷൻ. രക്ഷയെക്കുറിച്ച് ഏറ്റവും ബൈബിളിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഉള്ള ഒരു ചർച്ചാണ് അമേരിക്കയിലെ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിന്റെ ആ വേർ വി സ്റ്റാൻഡ് എന്നുള്ള പുസ്തകത്തിൽ അതെല്ലാം ഉണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോ ഈ ഒരു എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് രക്ഷപ്പെടുന്നത്? അപ്പോസ്റ്റലിക് ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പത്രോസ് ലേഖനത്തിലേക്ക് വരും, ബട്ട് ബിഫോർ ദാറ്റ് വി നീഡ് എ ഫൗണ്ടേഷൻ ഫ്രം ദ ബുക്ക് ഓഫ് റോമൻസ്. 2-3 കാര്യങ്ങൾ മാത്രം. എന്താണ് ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ? അതെന്താ നമുക്ക് ചെയ്യുന്നത്? നമ്മുടെ പൊസിഷൻ എന്താണ്? നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇത് എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് എസെൻഷ്യൽ ആണ്. ഓക്കെ, എന്താണ് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ? അപ്പോസ്റ്റലിക് ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ ചിന്തിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനം തുടങ്ങുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങൾ പാപികളോടാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ സകല പാപികളോടും, ബിലീവേഴ്സ് ഓർ അൺബിലീവേഴ്സ്, പാപം ചെയ്യുന്ന സകലരോടും, അത് യഹൂദനായാലും യവനനായാലും എല്ലാവർക്കുമുള്ള കോമൺ ദൂതാണ് ഏത്? റോമാലേഖനം. സുവിശേഷമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ റോമാലേഖനമാണ് ബൈബിളിലെ ഏറ്റവും ലളിതമായ ലേഖനം. ഓക്കെ, ഇനി പത്രോസിന്റെ ലേഖനം അങ്ങനല്ല കേട്ടോ. പത്രോസിന്റെ ലേഖനം ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാൻ വേണ്ടി ചിതറപ്പെട്ട വിശുദ്ധന്മാർക്കുള്ളതാണ്. അത് പാപികൾക്കുള്ളതല്ല, വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിക്കുന്നവർക്കുള്ളതാണ്. 2 പത്രോസും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ മുമ്പോട്ട് വരുന്തോറും ലേഖനങ്ങൾ യൂണിവേഴ്സൽ അല്ല, ലേഖനങ്ങൾ വിശ്വാസിക്ക് മാത്രം ഉള്ളതാണ്. അപ്പോസ്തലിക ഉപദേശം ചുരുങ്ങി ആരിലേക്ക് വരുന്നു? ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്ന
ഭക്ത ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധീകരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് പത്രോസിന്റെ ലേഖനം സംസാരിക്കുന്നത്. പാപികളോടല്ല, വേർപെടാത്തവരോടല്ല. എന്നാൽ റോമാലേഖനം പാപികളോടും നീതീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എങ്ങനെ നീതീകരിക്കപ്പെടും? ഈ നീതീകരണത്തെക്കുറിച്ച് പാപികളോട് സംസാരിച്ചു തുടങ്ങുന്ന അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ അവസാനിക്കുന്ന എവിടെയാണെന്നറിയോ? യൂദായുടെ 25-ലാണ്. പിന്നെ നമ്മുടെ തേജസ്കരണത്തെക്കുറിച്ചുള്ള കാര്യമാണ് റെവലേഷൻ. ഈ യൂദായുടെ 24-25 എന്താ പറയുന്നത് നോക്കി. അവിടെയാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ പറയുന്നത് ഞാൻ വായിക്കാം, 24-25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്, മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറായിട്ട്. അപ്പം വീഴാതെ വണ്ണം നമ്മൾ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കും. അവിടെ നിർത്തുന്നത് വരെ നമ്മളെ നടത്തുന്നത് ഈ അപ്പോസ്തലിക ഉപദേശമാണ്. ദാറ്റ്സ് എ സ്പെസിഫിക് യുണീക് കൈൻഡ് ഓഫ് ഡോക്ട്രിൻ. അതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് വിശദാംശത്തിലോട്ട് വരാം. റോമാലേഖനം, കൊരിന്തി ലേഖനം, ഗലാത്യ ലേഖനം, എഫേസ് ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം വരെ, എഫേസ്യർ 3:15 വരെ. കൊരിന്തി ലേഖനം കുറച്ചുകൂടെ ഡോക്ട്രിനൽ അല്ല, തിയോളജിക്കൽ അല്ല, എന്നാലും തിയോളജി ഉണ്ട് അതിനകത്ത് ഒത്തിരി. 3-15 വരെയുള്ള ഭാഗങ്ങൾ നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് എ സിന്നർ, അതായത് ദൈവം നമുക്കായി സൗജന്യമായി തന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. റോമർ, ഗലാത്യ, എഫേസ്യർ പ്രധാനമായിട്ടും 3-15 വരെ. എന്നാൽ 3-16 മുതൽ, എഫേസ് ലേഖനം 3-16 മുതൽ യൂദായുടെ ലേഖനം 25-ാം വാക്യം വരെ ഒറ്റ ടോപ്പിക്കാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. എബ്രായ ലേഖനം സാങ്ക്ടിഫിക്കേഷൻ, ജെയിംസ് സാങ്ക്ടിഫിക്കേഷൻ, ഹീബ്രൂസ് പറഞ്ഞാണല്ലോ, യോഹന്നാൻ സാങ്ക്ടിഫിക്കേഷൻ, ക്ലൈമാക്സ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അതായത് വിശുദ്ധീകരണത്തിന്റെ അങ്ങേ അറ്റമാണ് യോഹന്നാൻ. യോഹന്നാൻ പറയുന്നത് യേശുവിൽ ജനിച്ചവൻ, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, സാങ്ക്ടിഫൈഡ് ടു പെർഫെക്ഷൻ. യോഹന്നാൻ അവിടെ എത്തിക്കുന്നത്. ഇപ്പം റോമാലേഖനം വായിക്കാൻ അത്രയും പ്രയാസം നമുക്കില്ല. എന്നാൽ യോഹന്നാന്റെ ലേഖനം ആകുമ്പോഴേക്കും ഭയങ്കര പ്രയാസമാണ്. അപ്പൊ എനിക്ക് കർത്താവിനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ ലേഖനം മനസ്സിലാകണം എന്നുള്ളത്. ദാറ്റ്സ് ദ ടഫസ്റ്റ്. കാരണം അവിടെ നമ്മൾ എത്തുക എന്ന് പറയുന്നത് റിയലി ടഫാണ്. നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം, പക്ഷെ ജീവിതം കൊണ്ട് അത് അനുഭവിക്കാൻ, ആ സ്നേഹത്തിന്റെ പെർഫെക്ഷനിലെത്താൻ ഒരുപക്ഷെ നമുക്ക് കഴിയുമെന്ന് അറിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അനുസരിച്ചും നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഡെപ്ത് അനുസരിച്ചും ഇരിക്കും അത്. സോ ദാറ്റ്സ് ഹൗ ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ പ്രോഗ്രസസ് ഫ്രം ദ ബുക്ക് ഓഫ് റോമൻസ് ടു ദ ബുക്ക് ഓഫ് ജോൺ. ഓക്കെ, ആ ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ആ മുഴുവൻ അപ്പോസ്റ്റലിക് ഡോക്ട്രിന്റെ സമ്മറി ഉണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് ഈ അപ്പോസ്തലിക ഉപദേശം എല്ലാം ഫോം ചെയ്ത ശേഷമാണ്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അന്ന് മനസ്സിലായില്ലായിരുന്നു. ഇതെല്ലാം മനസ്സിലായ ശേഷം വീണ്ടും യേശുവിന്റെ ടീച്ചിങ്ങിലോട്ട് മടങ്ങിപ്പോയാണ് യോഹന്നാൻ അത് എഴുതുന്നത്. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് ഈ പുതിയ നിയമ പുസ്തകങ്ങളിൽ ആത്മാവ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ സഭകളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ലേഖനങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നല്ലവരായി ജീവിക്കണം എന്നൊക്കെ നമുക്ക് പറയാം, ഉപദേശിക്കാം. പക്ഷെ അത് അടുത്ത തലമുറ വരുമ്പോൾ വേറെ നല്ലതെന്ന് കണ്ടുപിടിക്കും. നമ്മൾ ഇന്ന് നല്ലതെന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കും നാളെ അവര് നല്ലതെന്ന് പറയും. ഓക്കെ, അതുകൊണ്ട് ഫൗണ്ടേഷൻ ഷാൽ ബി ഓൾവേസ് ഓൺ ദ ഡോക്ട്രിൻസ് ഓഫ് ദ അപ്പോസ്റ്റൽ. ഇനി ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാനിത് പറയുന്നത്. ബിക്കോസ് എവറി ചർച്ച് ഷുഡ് ലേൺ ദിസ്. നിങ്ങളുടെ ഇടയിൽ ഒരാൾക്ക് ഇത് അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ, ഞാനൊരു പ്രസംഗകനല്ല ബേസിക്കലി. ഐ എം കമ്മീഷൻഡ് ബൈ ദ ലോർഡ് ടു സ്പീക്ക് ദീസ് തിങ്സ് ടു യു. ഇത് നിങ്ങളോട് പറയാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഐ എം നോട്ട് ദെയർ ടു മേക്ക് എ സെർമൺ ടു യു. ഓക്കെ, റോമർ 6-17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അപ്പോസ്തലിക ഉപദേശം, ഉപദേശ രൂപം, ഫോം ഓഫ് ഡോക്ട്രിൻ, അതെന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. റോമർ 6-17-18. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, വി ആർ വൺസ് സ്ലേവ്സ് ഓഫ് സിൻ. പാപത്തിന്റെ ദാസ്യത്വം, അതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്ലേവറി ടു സിൻ, പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ദാറ്റ്സ് വാട്ട് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ മീൻസ്. ഉപദേശ രൂപം, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ രൂപം. അത് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ്, ഫോം ഓഫ് ഡോക്ട്രിൻ, എ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേക ഫോം. അത് ചുമ്മാ നല്ലവരാകണം കേട്ടോ, കള്ളം പറയരുത് കേട്ടോ, അതല്ല. ധർമ്മോപദേശം. അത് ബൈബിളിൽ പത്യോപദേശവും ധർമ്മോപദേശവും ഉണ്ട്. പത്യോപദേശത്തെയാണ് നമ്മൾ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. നിങ്ങൾ റോമാലേഖനം വായിച്ചാൽ ആദ്യത്തെ 12 അധ്യായത്തിന്റെ ആദ്യ ഭാഗം വരെ
പത്യോപദേശമാണ് സൗണ്ട് ഡോക്ട്രിൻ. അതിനുശേഷമാണ് ധർമ്മോപദേശം, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. എഫ് ലേഖനം അങ്ങനെ ആദ്യത്തെ 3 അധ്യായങ്ങൾ പത്യോപദേശമാണ്. പത്യോപദേശം സൗണ്ട് ഡോക്ട്രിൻ കൊടുക്കാതെ ഒരിക്കലും മോറൽ ടീച്ചിങ് സാധിക്കില്ല. ബൈബിൾ അങ്ങനെയാണ്, എപ്പോഴും സൗണ്ട് ഡോക്ട്രിൻ ആണ് ആദ്യം. ഓക്കെ, അപ്പൊ ഈ സൗണ്ട് ഡോക്ട്രിൻ, ഉപദേശ രൂപം, ഈ ഉപദേശ രൂപം സഭകൾ പഠിക്കേണ്ടതാണ് കേട്ടോ, ബൈബിൾ കോളേജ് പഠിക്കേണ്ടതല്ല. ചർച്ചസ് ഷുഡ് ലേൺ ദിസ് സൗണ്ട് ഡോക്ട്രിൻ. ഇത് അന്ത്യകാലത്ത് ഉണർവുണ്ടാകണമെങ്കിൽ നമ്മൾ ആ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ക്രേവിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതും ചർച്ചിൽ പഠിപ്പിക്കുന്നതിന് വലിയ വ്യത്യാസമുണ്ട്. ബൈബിൾ കോളേജ് ഇറ്റ്സ് ആൻ അക്കാഡമിക് എക്സസൈസ്. ചർച്ചിൽ ദിസ് എ മെഡിറ്റേഷൻ. ചർച്ചിൽ ഇത് ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. എന്നാൽ ബൈബിൾ കോളേജിൽ അത് അക്കാഡമിക്കലി നമ്മൾ ഇന്റലക്ച്വലി ആണ് പഠിക്കുന്നത്. രണ്ടും രണ്ടാണ്. ബൈബിൾ കോളേജുകളിലും ആത്മാവിലാണ് പഠിക്കേണ്ടത്, പക്ഷെ അത് അങ്ങനെയൊന്നും നടക്കാറില്ല. ബിക്കോസ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ വേറെയാണ്. പക്ഷെ ചർച്ച് അങ്ങനെയല്ല. ചർച്ച് ഈസ് ബിൽറ്റ് ബൈ ഗോഡ്. ദൈവമാണ് ചർച്ച് പണിയുന്നത്, അല്ലേ? സഭ പണിയുന്നാല് ഞാൻ എൻ്റെ ബൈബിൾ കോളേജിനെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എത്ര വാക്യം? അങ്ങനെ ഒരു വാക്യമില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അങ്ങനെയാണ് വാക്യം. അതുകൊണ്ട് സഭയ്ക്കകത്ത് പഠിക്കുന്നതും വെളിയിൽ പഠിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയ്ക്കകത്ത് പഠിക്കണം. വാട്ട് ഈസ് സൗണ്ട് ഡോക്ട്രിൻ? പാപത്തിന്റെ സ്ലേവറി അതെന്താണ്, എങ്ങനെ രക്ഷപ്പെടാം അറിയണ്ടേ? നമ്മൾ അറിയണം പാപത്തിന്റെ സ്ലേവറി. അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്ലേവറി ടു സിൻ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി മാറിയതിനാൽ ദൈവത്തിന് സ്തോത്രം. അപ്പം നമുക്കൊരു മാറ്റം വന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ ഈ പഴയ നിയമത്തിൽ നമ്മൾ നേരത്തെ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ തോന്നിയ ആ ഒരു പ്രതിസന്ധി ഇപ്പൊ ഇല്ല. നമുക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ? ഈ അപ്പോസ്തല ഉപദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കേണ്ടി വരും. അത് അത്യാവശ്യമാണ്. ദാറ്റ്സ് വൈ ഐ ടീച്ച് ദാറ്റ് നൗ. ഓക്കെ, എന്താണ് പാപത്തിന്റെ സ്ലേവറി? ഈ പാപത്തിന്റെ അടിമത്തം. അടിമ എന്ന് പറഞ്ഞാൽ ആരാണ്? അടിമ എന്ന് പറയുന്ന ആൾക്ക് സ്വയമായ ഒരു വില്ലില്ല, അല്ലെ? അടിമ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ. അപ്പൊ പറയണോ എനിക്ക് വയ്യ, ഈ കഷ്ടപ്പെടാൻ, ഞാൻ നിർത്തുവാന്ന് പറയാൻ പറ്റത്തില്ല. ഗൾഫിൽ പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ അടിമയാണെങ്കിൽ പറയാൻ പറ്റില്ല. പഴയകാലത്ത് അടിമത്തം എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നോ റൈറ്റ്സ്, ശമ്പളം ഇല്ല, എന്താ പറയുന്നത്, ജോലി നിർത്താനും പറ്റില്ല, രോഗമാണെങ്കിൽ പോലും അധ്വാനിക്കേണ്ടി വരും. യജമാനന്റെ കയ്യിലാണ് ഈ ജീവിതം ഇരിക്കുന്നത്. മൃഗങ്ങളെ പോലെയാണ് ഈ അടിമകൾ എന്ന് പറയുന്നത്. അപ്പൊ പാപത്തിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, നമ്മൾ ചെയ്യുവല്ല. വി ആർ നോട്ട് സിന്നിങ്. ബേസിക്കലി സിൻ ഈസ് ഡൂയിങ് ഇറ്റ്സ് വർക്ക് ത്രൂ അസ്. അതാണ് പാപത്തിന്റെ സ്ലേവറി എന്ന് പറയുന്നത്. പാപം നമ്മിൽ വസിച്ച് അവന്റെ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്യും. നമ്മളല്ലേ പാപം ചെയ്യും? ഇത് നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മളാണോ എന്ന്. 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യുന്നതും മറ്റൊന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. ഈ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെയാണ് നമ്മൾ മനഃപൂർവമായ പാപങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് കർത്താവെ, അറിവോടെയും അറിവ് കൂടാതെയും ഞാൻ ചെയ്ത പാപങ്ങളെ ക്ഷമിക്കണമേ പറയാറുണ്ടോ? അപ്പൊ അറിവോടെ ചെയ്യുന്ന പാപങ്ങൾ ആര് ചെയ്തതാ? ഞാൻ ചെയ്തതാ. എന്നാൽ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ ഞാൻ ചെയ്തതല്ല. അതാര് ചെയ്തെന്നറിയോ? അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. അപ്പൊ ഏതാ കൂടുതൽ സീരിയസ്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ സീരിയസ്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണ് അടി കൂടുതൽ കിട്ടുന്നത്, അത് ശരിയാണ്. പക്ഷെ രോഗം കൂടുതൽ അറിയാതെ പാപം വരുമ്പോഴാ. അതായത് നമുക്ക് നിയന്ത്രണമില്ലെന്നല്ല അർത്ഥം. നമ്മൾ അറിയാതെ പാപം വരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഐ ഡോണ്ട് നോ ഹൗ ടു കൺട്രോൾ ദാറ്റ്. കാരണം എനിക്കത് പാപം വരുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഞാൻ അതിന്റെ മുമ്പിൽ നിസ്സഹായനാണ്. ഇപ്പൊ എനിക്ക് 2 വർത്തമാനം ചീത്ത പറയണം തോന്നുമെന്ന് വെച്ചോ ഒരാളോട്, പാപമാണ്. പക്ഷെ എനിക്ക് നേരത്തെ മനസ്സിലായല്ലോ ചീത്ത പറയാനെന്ന് തോന്നുവാന്ന്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രക്ഷപ്പെടാം, മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് മുഖം അടയ്ക്കാം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കാലിയാക്കാം. പക്ഷെ അറിയാതെ വന്നാൽ നമ്മൾ പോലും അറിയാതെ വന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല.
അവിടെയാണ് സ്ലേവറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാപത്തിന്റെ സ്ലേവറി നമ്മൾ അനുഭവിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ അറിയാതെ വരുന്ന പാപങ്ങളിൽ നിന്ന്. അതാണ് റോമർ 7 ഈ സ്ലേവറിയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ അപ്പോസ്തലിക ഉപദേശം വിശദീകരിക്കുന്ന എത്ര മനോഹരമായിട്ടാണെന്നറിയാം. വി നീഡ് ടു ലേൺ ഹൗ ദാറ്റ് സ്ലേവറി ഹാപ്പൻസ് ആൻഡ് ഹൗ ടു ബി എമാൻസിപ്പേറ്റഡ്. റോമർ 7:14 വാക്യം നമുക്ക് വായിക്കാം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കുഴപ്പമില്ല, ഞാൻ ജഡമയനായതാണ് കുഴപ്പം. എന്താണ് കുഴപ്പം? ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഐ വാസ് സോൾഡ് അണ്ടർ സിൻ. അപ്പം ശരിക്കും പൈസ കൊടുത്ത് പാപം എന്നെ മേടിച്ചാണെന്ന. എനിക്ക് സുഖമായിരിക്കും പൈസ തരുന്നത്. പൈസ അല്ല, ഈ പാവം എനിക്ക് തരുന്ന പൈസ എന്താ? സുഖം എന്നുള്ള റിവാർഡായിരിക്കും തരുന്നത്. എന്തായാലും ശരി, ഈ പാവം എന്നെ പർച്ചേസ് ചെയ്തിരിക്കുക എന്നാ പറയുന്നത്. സിൻ ഹാസ് പർച്ചേസ്ഡ് മീ. ഐ വാസ് സോൾഡ് ആസ് എ സ്ലേവ്. ഇപ്പൊ വിൽക്കപ്പെടുന്ന ഒരു അടിമയാണ് ഞാൻ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നു? ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. കേട്ടോ, അറിയാത്ത പ്രവൃത്തികളാ. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് എത്ര ചെയ്യുന്നു. 1-ാം തീയതി തീരുമാനം എടുത്തോ നിങ്ങൾ എല്ലാവരും നന്നാവെന്ന്? ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച ആവാൻ പോവാ. തീരുമാനം എടുത്തല്ലോ, നന്നായോ? ഇച്ഛിക്കാത്ത തിന്മ വരുന്നുണ്ടോ? അതേ വരുന്നുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും ഇവിടെ ഇല്ല. എനിക്ക് നല്ല ഉറപ്പാണ്. അല്ലെ ഈ ബൈബിൾ സ്റ്റഡിക്ക് വന്നിരിക്കില്ലല്ലോ. പക്ഷെ വരുന്ന ഒന്നും അതായിരിക്കില്ല. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. ഈ നന്നാകണം എന്നുള്ള എന്റെ ആഗ്രഹം നോക്കിയാൽ ഞാൻ എപ്പോഴും നന്നായേനെ. പക്ഷെ നടപ്പാകുന്നതൊന്നുമല്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് എത്ര ചെയ്യുന്നത്. അപ്പൊ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വെറുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. നമുക്ക് കൺട്രോൾ ഇല്ലാതാനും. അപ്പൊ പൗലോസ് എത്ര മനോഹരമായിട്ടാണ് ഈ പാപത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഞാൻ പറയാം. ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ ഡെഫിനേഷൻ ഉണ്ടല്ലോ, അത് ഈ ലോകത്ത് വേറൊരു മതത്തിലില്ല. എന്ന് മാത്രമല്ല, അതാകെ പറഞ്ഞേക്കുന്നത് ഇപ്പോഴത്തെ ശാസ്ത്രം. സൈക്കാട്രിസ്റ്റോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നത് ശരിയാണ്. ശരിയാണ്, നമുക്ക് നോക്കാം അതെങ്ങനെയാന്ന്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പയക്കുന്നതിന് എത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. കാരണം ബുദ്ധി ഇച്ഛ ന്യായപ്രമാണത്തിന് അനുകൂലമാണ്, ചെയ്യുന്ന അതല്ല. അടുത്ത വാക്യം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാത്രേ. കണ്ടോ? അപ്പൊ ചെയ്യുന്ന ആരല്ല, ഞാനല്ല. ഞാൻ അടിമയാണ്, എന്റെ ജഡത്തിന്റെ അടിമ. ഐ എം സോൾഡ് അണ്ടർ സിൻ. അപ്പൊ അറിയാൻ വയ്യാത്ത പാപങ്ങൾ ഞാൻ ചെയ്യുന്നതല്ല, അറിയാൻ വയ്യാത്ത പാപം എന്നിൽ വസിക്കുന്ന പാപപ്രകൃതം ചെയ്യിക്കുന്നതാണ്. ഞാൻ അറിയുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഐ ആം എ സ്ലേവ്, ടോട്ടൽ സ്ലേവ്. നിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയും നമുക്ക് നന്മയായ ഒന്നുമില്ല. പാപബോധം, ആ പാപബോധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ന്യായപ്രമാണം പാപബോധം വരുന്ന കാര്യമാണ് ഈ 7-ാം അധ്യായം പറയുന്നത്. അടുത്ത വാക്യം. എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല ഞാൻ അറിയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. അടുത്തത്. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാവമത്രേ. ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളല്ല ചെയ്യുന്നത്, നമ്മൾ വസിക്കുന്ന പാവമാണ്. അടുത്തത്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണും. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിൽ എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ എവിടെയാ ഈ അറിയാത്ത പാപം എവിടെ നിന്നാ വരുന്നത്? അറിയുന്ന പാപം ബുദ്ധി എന്നാ വരുന്നത്. അറിയാത്ത പാപം എവിടെ നിന്നാ വരുന്നത്? അവയവങ്ങളിൽ നിന്നാ വരുന്നത്. അവയവങ്ങളിൽ നിന്ന്. ഏത് അവയവങ്ങളിൽ നിന്ന്? ശാസ്ത്രം പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഗ്രന്ഥികളിൽ നിന്ന്, ഗ്ലാൻസ് അല്ലേ? ആണോ? എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കി മാറ്റുന്നു, ബദ്ധനാക്കി കളയുന്നു. എന്റെ അവയവങ്ങളിൽ ഒരു പാപ പ്രമാണമുണ്ട്.
അതിനെന്നെ അടിമയാക്കി മാറ്റുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുന്നു. അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ വരുന്നത് ബുദ്ധിയിൽ നിന്നും, അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ വരുന്നത് ശരീരത്തിൽ നിന്നുമാണ്. ഈ ശരീരത്തിൽ നിന്ന് എങ്ങനെയാ പാപം വരുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ അത് ഹോർമോണുകൾ, കെമിക്കൽസ് ആണ് ഈ പാപത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെല്ലും. ഈ ഹോർമോണൽ വ്യതിചലനങ്ങൾ നിമിത്തം ഒത്തിരി ആൾക്കാർ ദേഷ്യപ്പെടാറുണ്ട്, ടെൻഷൻ ആകാറുണ്ട്, അല്ലേ? അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ആർക്കിട്ടെങ്കിലും പൊട്ടിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിലയുള്ള സാധനം അടിച്ച് തകർക്കും, അല്ലെങ്കിൽ തലക്കിട്ട് തന്നെ അടിക്കും. ഈ അഡ്രിനാലിൻ സോൾവ് ചെയ്യാനുള്ള പരിപാടി അത്. ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്നത്? ശരീരത്തിൽ നിന്ന്. നിയന്ത്രിക്കാൻ പറ്റുമോ? അഡ്രിനാലിൻ ഇത്തിരി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, അത് വരും. അതുപോലെ നിങ്ങളൊരു പുതിയ കാറോ പുതിയ മൊബൈൽ ഫോണോ വാങ്ങിച്ചാൽ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ അതെന്ത് കഴുകലായിരിക്കും? എപ്പോഴും കഴുകി തുടച്ച് ഭംഗിയാക്കി കൊണ്ടു നടക്കും ഒരാഴ്ചത്തേക്കല്ലേ? അത് കഴിയുമ്പോൾ അത് മറക്കും. പിന്നെ അടുത്ത കാറിന്റെ പരസ്യം നോക്കിക്കൊണ്ടിരിക്കും. എന്താ കാരണം എന്നറിയോ? ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് താൽക്കാലികമായി നമുക്ക് ഭയങ്കര പ്ലഷർ തരും. ആ പ്ലഷറിന്റെ കാലം കുറച്ചു നേരത്തേക്ക് നിൽക്കുള്ളൂ. ഇതാ കല്യാണം കഴിച്ച് 2 മാസം കഴിയുമ്പോൾ ആൾക്കാർ വഴക്കുണ്ടാക്കുന്നത്. ഡോപ്പമിൻ തീർന്നു പോകുമ്പോഴാണ്. ഒരു രക്ഷയില്ല. വല്ലപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഡോപ്പമിൻ കുറയില്ല. പക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഷോറൂമിൽ പോയി ഒരു കാർ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, നമുക്കിത് കൂടിക്കൂടി വരുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലോട്ട് കിട്ടി 2 സർക്കിൾ അതുമായിട്ട് യാത്ര ചെയ്ത് ഒരു മാസം 2 മാസം കഴിയുമ്പോൾ ഒക്കെ അങ്ങ് വിടും. പിന്നെ കഴിയാലായി, തുടച്ചാലായി, സർവീസ് കൃത്യസമയത്ത് ചെയ്താലായി. ഇതാണ് ഈ ഡോപ്പമിന്റെ എഫക്ട്. ടെമ്പററി എഫക്ട് ഓഫ് പ്ലഷർ ആണ് അത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ഹോർമോണുകളും കെമിക്കലുകളും നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നുണ്ട്. എനിക്കറിയാം, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 കാര്യങ്ങളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒന്ന് ഹെറിഡിറ്റി, മറ്റൊന്ന് എൻവയറൺമെന്റ്. നമ്മുടെ പാരമ്പര്യം, പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം. ഇത് രണ്ടുമാണ് നമ്മുടെ സ്വഭാവത്തെ ഉണ്ടാക്കുന്നത്. നമുക്ക് വലിയ കൺട്രോളൊന്നും ഇല്ല ഇതിന് മേലുള്ള. ഉള്ള സത്യം പറഞ്ഞു, ദേഷ്യം വരുന്ന എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. ഈ അഡ്രിനാലിൻ വരുമ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാർ പറയുന്നത് കൂൾ ഡൗൺ ബ്രദർ, കൂൾ ഡൗൺ, എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്, മിണ്ടാതിരിക്കുക. എനിക്ക് പക്ഷെ 2 വർത്താനം പറയാതെ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. എന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആ വർത്താനം പറഞ്ഞില്ലെങ്കിൽ എന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എനിക്ക്. അതുപോലെയാണ് ഇത് പ്രഷർ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാം, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയി പോകുന്നതെന്ന്. കർത്താവ് നമ്മളോട് പറഞ്ഞു, ഈ നിക്കോദോമസിനോട് പറഞ്ഞപ്പോഴും പറഞ്ഞു, നിനക്ക് ഈ ജന്മത്ത് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റില്ല, വേറെ ഒന്നുകൂടെ ജനിക്കണം. ഈ ജന്മത്ത് പറ്റില്ല. കാരണം ഈ ജനനം കൊണ്ട് നീ ജഡമാവുന്നുള്ളൂ. ജഡത്തിൽ നിന്ന് വരുന്ന ഒന്നിനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഈ കൗണ്ടർ ഫോഴ്സ് ഉണ്ട്, എതിർ ശക്തി, ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഗൾഫിലുള്ള ഒരു സഭയാണ്, AGയുടെ സഭ. ഗൾഫിലുണ്ടാകുമ്പം എനിക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ തുറന്നു പറയുമെന്ന് തോന്നരുത്, നിങ്ങളുടെ മേലിൽ വലിയൊരു പ്രഷർ ഉണ്ട് നാട്ടിലേക്ക് പൈസ അയക്കാൻ. എന്തെങ്കിലുമൊക്കെ നീഡ് കാണും. ചർച്ചിന്റെ നീഡ്, കെട്ടിടം പണിയാനുള്ളത്, അല്ലെ ബൈബിൾ കോളേജിന്റെ പിരിവ്, ഇല്ലേ? വരുന്നില്ലേ? വരുന്നുണ്ട്. വരും, വരാതിരിക്കില്ല, ഉറപ്പായിട്ടും വരും. കൊടുക്കണമെന്നോ പറയാനല്ല ഞാൻ വരുന്നത്. ഞാനൊരു ആത്മീകമായ സീക്രട്ട് പറയാൻ വേണ്ടിയാണ് ഞാനിത്. നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ, ഈ പല ആൾക്കാരും കൊടുക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. എന്നെ ജഡത്തെ തൃപ്തിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അംഗീകാരം ഭയങ്കര സൂപ്പറാണ്. കൺവെൻഷൻ നമ്മുടെ പേരൊന്ന് അനൗൺസ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ എന്താ ഒരു നല്ല സ്ഥാനം അവിടെ ചെല്ലുമ്പോൾ ബഹുമാനം, അച്ചായ കൊച്ചമ്മ എന്നുള്ളൊരു വിളി കേൾക്കുക, അതൊക്കെ മതി നമുക്ക്, അതൊക്കെ മതി. അതിനുവേണ്ടി എന്ത് മുടക്കാനും നമ്മൾ തയ്യാറാണ്. എന്റെ പാസ്റ്റർ ഇങ്ങനൊന്നും പറയില്ല, ഞങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുള്ള കാര്യം പാസ്റ്റർ എങ്ങനെ അറിഞ്ഞു? നമ്മളെല്ലാം മനുഷ്യരല്ലേ സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനാണ് നമ്മൾ കൗണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോക്കി, നിങ്ങൾ ഈ പ്രാവശ്യം കേരളത്തിൽ നിന്നപ്പോൾ ഒരു പാസ്റ്ററുടെ കയ്യിൽ പാസ്റ്റർ എടുത്ത് എന്നിട്ട് പറയണം, ഇതാ ഈ വർഷത്തെ, അത് നല്ല ഗമയ്ക്കേ നമ്മൾ പറയുള്ളൂ, കാരണം നമ്മുടെ ഇരിക്കുന്ന മാമോൻ ചില്ലറക്കാരനല്ലേ, ഈ വർഷത്തെ കൺവെൻഷനുള്ള പൈസ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. പാസ്റ്റർ പറയാന്ന് വെച്ചോ, ഓക്കെ ശരി, പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷം? സുഖമൊക്കെ ആണോ? ശരി, എന്നാ പ്രാർത്ഥിക്കാം, ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറയണം പാസ്റ്റർ. ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ബ്രദറെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് ബ്രദറിനോട് സംസാരിച്ചു, വളരെ സന്തോഷമുണ്ട് പാസ്റ്റർ, ഒരു 15 മിനിറ്റ് സംസാരിക്കണം കേട്ടോ.
ആ അത് കേൾക്കാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നു. അവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം ഈ സഹോദരൻ ചെന്ന് ഭാര്യ ചോദിക്കുക, എന്താ മനുഷ്യൻ മൈൻഡ് ചെയ്തില്ല, അത്രയും പൈസ കൊടുക്കാന്ന് പറഞ്ഞു, ഞാൻ കെട്ടിടം പണിയാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു, മൈൻഡ് ചെയ്തില്ല, എന്ന് പറഞ്ഞതല്ല, അതെന്താ പുള്ളിക്ക് അങ്ങനെ? അപ്പൊ ഭാര്യ പറയും, പാസ്റ്റിന് അറിയത്തില്ലേ, പാസ്റ്റിന് അങ്ങനെ സ്വഭാവം, പുള്ളിക്ക് 5 രൂപ കിട്ടിയാലും 50 ലക്ഷം കിട്ടിയാലും ഒരുപോലെ ഉള്ളൂ, പുള്ളിക്ക് പൈസയൊന്നും വേണ്ട, അതുകൊണ്ടാണ് പുള്ളി മൈൻഡ് ചെയ്യാത്തത്. അങ്ങനത്തെ ആൾക്കാർ ഈ നാട്ടിലുണ്ടോ? ഓ, അങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ വേദന മാറില്ല. കാരണം ഒരു മാസം നിങ്ങളവിടെ ഉണ്ടെങ്കിൽ ആ പാസ്റ്റിൽ ഒരു 5-6 കുറ്റമെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഈ കുറ്റം കാണുകയല്ല, വേറെ എന്തെങ്കിലും കാണും, മനുഷ്യനല്ലേ, കണ്ടുപിടിച്ചിരിക്കും, പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. ഇത് പാസ്റ്റർ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഈ പൈസയായിട്ട് വരുന്നവരെ ശരിക്കും ബഹുമാനിച്ചു വിടുള്ളൂ. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ആരാന്നറിയോ? ആദ്യം ഐസക് ന്യൂട്ടൺ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. നിങ്ങൾ എന്ത് നന്മ നിങ്ങൾ ജഡത്തിൽ ചെയ്യാൻ നോക്കിയാലും നിങ്ങളെ പിന്നെ മാനസാന്തരപ്പെടാൻ പോലും സമ്മതിക്കാത്ത ഒരു കൗണ്ടർ ഫോഴ്സ്. നീതിമാനാണ് നീ അവരെക്കാൾ ഭേദമാണ്, നീ ബഹുമാനം അർഹിക്കുന്നു, നീ ദൈവത്തിനു മുമ്പിൽ നല്ലവനായി മിടുക്കനായി എന്ന് നമ്മളോട് പറയുന്ന ഒരു തെറ്റായ ശബ്ദം, ഒരു കൗണ്ടർ ഫോഴ്സ് നമ്മുടെ ആ നല്ല പ്രവൃത്തിയെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയും. ജഡത്തിൽ ചെയ്യുന്ന എന്ത് പ്രവൃത്തിക്കും ഇങ്ങനെ ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട് എന്ന് പൗലോസ് പറയുന്നു. ഇപ്പൊ ഞാനും നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മൾ ആരെ സഹായിച്ചാലും അതുണ്ട്. മക്കളെ വളർത്തുമ്പോൾ വരെയുണ്ട്. ലോകത്തിൽ നമ്മൾ ഉരുവാക്കുന്ന എല്ലാ സ്നേഹത്തിനകത്തും കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസംഗം കേട്ട എന്നെ ഏജിക്കാർ വടിയെടുത്തുകൊണ്ടെന്ന് തല്ലാൻ സാധ്യതയുണ്ട്, കേരളത്തിലെ ആൾക്കാർ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒമാനിലെ, സ്നേഹത്തോടെ പറയുന്നത് കേട്ടോ, എനിക്കങ്ങനെ ആൾക്കാരെ വിമർശിക്കാൻ വേണ്ടി പറയുന്നില്ല, ഈ ഒമാനിലെ OPAയിൽ ഞാൻ കഴിഞ്ഞ വർഷം 2019 അവിടുത്തെ കൺവെൻഷന് ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഈ പ്രാവശ്യം കേരളത്തിൽ പോകുമ്പോൾ ഒരു നയാ പൈസ പോലും കൊടുക്കരുത്. പകരം പറയണം, ഈ പ്രാവശ്യം മാമോനുമായിട്ടല്ല കർത്താവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു നോക്കി, എത്ര സ്റ്റേജ് കിട്ടും, എത്ര അടുത്ത് ബഹുമാനം കിട്ടും. ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കാൻ ഞാൻ ആ സ്റ്റേജിൽ പറഞ്ഞിട്ടാ പോകുന്നത്. ഞാനിത് പറയാൻ കാരണം, വി ആർ പാമ്പറിങ് പീപ്പിൾ ആൻഡ് വി ഗെറ്റ് പാമ്പേർഡ് ഇൻ റിട്ടേൺ. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് അറേഞ്ച്മെന്റ് ആണ്. ഇതൊന്നും നീതിയല്ല, ദൈവത്തിന്റെ നീതിയല്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ക്വയറ്റ് ഡിഫറെന്റ് ആണ്. അത് കൊടുക്കുന്നതിന് കണക്ക് വെക്കുന്നില്ല, ജീവിക്കുന്നതിന് കണക്ക് വെക്കുന്നില്ല, സ്നേഹിക്കുന്നതിന് കണക്ക് വെക്കുന്നില്ല. ഇന്ന് മക്കളോട് തന്നെ അപ്പനന്മാർ പറയത്തില്ല, നിന്നെയൊക്കെ എന്ത് കഷ്ടപ്പെട്ട് വളർത്തുകയെന്ന്. ദാറ്റ് മീൻസ് ദിസ് കൗണ്ടർ ഫോഴ്സ് ഈസ് വർക്കിംഗ്. ചെയ്തതിന്റെ പ്രതിഫലം ചോദിക്കുന്ന കൗണ്ടർ ഫോഴ്സ്. ഈ കൗണ്ടർ ഫോഴ്സ് ദൈവത്തിന്റെ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത്. ദൈവത്തോട് നമ്മൾ പറയല്ലേ, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ, പാടി ശരിയായില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പാട്ട് എന്താ ശരിക്കും പറയുന്നറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ആർക്കും കടക്കാരനല്ല എന്ന് ഞാൻ പറയുന്നത് എന്തിനെന്നറിയോ? ചെറുപ്പത്തിലെ ഞാൻ ട്രാക്ട് കൊടുത്തിട്ടുണ്ട്, കർത്താവിനോട് അധ്വാനിച്ചിട്ടുണ്ട്. ദൈവം കടക്കാരനല്ല, കർത്താവെ ഞാൻ നിന്നെ ഓർപ്പിക്കുക, നീ കടക്കാരനല്ല, എനിക്ക് കുറച്ച് കടം വീട്ടാനുണ്ട്, അതങ്ങ് വീട്ടിൽ നീ കടക്കാരനല്ലെന്ന് തെളിയിക്കുക. നീ ബാധ്യതയായേക്കോ എനിക്ക്, നീ ആർക്കും ബാധ്യത അല്ലല്ലോ, അതുകൊണ്ട് നീ അതിന്റെ പകരം എന്തെങ്കിലും തന്ന് ആ ബാധ്യത തീർക്കുക എന്നാ പാട്ട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൗണ്ടർ ഫോഴ്സ് ആണ് ആ പാട്ട്. അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തതിനെല്ലാം നിങ്ങൾക്ക് ദൈവം. എന്നാൽ ബൈബിളിലെ വചനം ചോദിക്കുന്നതിനറിയോ? അവന് വല്ലത് മുൻപേ കൊടുത്തിട്ട് അവനോട് തിരിച്ചു ചോദിക്കുന്നവൻ ആർ? സകലതും അവന്റെയാണ്. CSIക്കാര്, ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു 11ാം ക്ലാസ്, അന്നത്തെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ഓർത്തഡോക്സ് ചർച്ച് വിടുന്നത്. അന്ന് രക്ഷിക്കപ്പെട്ടൊന്നുമില്ല, പിന്നെ 2-3 വർഷം കഴിഞ്ഞ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോ ആ സമയത്ത് ഞാൻ ഈ ഓർത്തഡോക്സിൽ മുഴുവൻ വിഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ CSI ചർച്ചിൽ പോകായിരുന്നു. എനിക്ക് പെന്തക്കോസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ CSI ചർച്ചിൽ പോകുന്ന സമയത്ത് അവരുടെ ഒരു പ്രാർത്ഥന ശ്രദ്ധിക്കുമായിരുന്നു. ഈ സ്തോത്രാഴ്ച എടുക്കുന്ന സമയത്ത് അവരൊരു പ്രാർത്ഥന ഇങ്ങനെയെന്നറിയാം: കർത്താവ്, നിങ്ങൾക്കൊന്നും ഞങ്ങൾ തരുന്നില്ല, നിന്റെ പക്കൽ നിന്നെടുത്ത് നിനക്ക് തന്നെ അർപ്പിക്കുന്നതേ ഉള്ളൂ, ഇത് ഞങ്ങൾക്ക് പോകാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്നു. പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. അത് എഴുതി വെക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതെല്ലാം പ്രതിഫലമാണ്. എന്തിനു പറയുന്നു? ആരാധിക്കാൻ വാ തുറന്നാൽ തന്നെ നമ്മൾ പറയും, ആരാധിക്കുമ്പോൾ വിടുതൽ എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, കാരണം ഇത് നഷ്ടം എനിക്ക്. കാരണം എന്താ? ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പോലും ഇങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാതെ നമ്മളൊന്നും കൊടുക്കാത്തവരാണ്. ഇതിനെയാണ് കൗണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പിള്ളേരെ വളർത്തിയതിന്റെ കണക്കും മറ്റുള്ളവരെ സഹായിച്ചു, ഞാൻ അവൻ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യുന്നറിയോ എന്ന് പറഞ്ഞാൽ
ജഡം കണക്ക് പറയുമോ? ഇവിടെയൊക്കെ ദൈവത്തിന് മുമ്പിലേക്ക് നിൽക്കുന്ന പാപമാ, പ്രവൃത്തികളൊന്നും കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. വി ആർ സിന്നേഴ്സ് ഓഫ് ദ ഫസ്റ്റ് റേറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വന്നെന്ന് വിചാരിച്ചു. ഭിക്ഷക്കാരന് നിങ്ങൾ 100 രൂപ കൊടുത്തു, ഗുഡ് വർക്ക്. പക്ഷെ കർത്താവ് നിങ്ങളുടെ 100 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് നിങ്ങളോട് എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ അവനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞു. നടന്നോ? നടന്നില്ല. ബാഹ്യമായതെല്ലാം നമുക്ക് നടക്കുന്നുണ്ട്, പക്ഷെ ആന്തരികമായ ആ ഒരു അനുസരണത്തിലേക്ക് നമുക്ക് വരാൻ ഈ ജന്മം കൊണ്ട് പറ്റില്ല. അതിന് അപ്പോസ്തലിക ഉപദേശം നമുക്ക് ആവശ്യമാണ്. വാട്ട് ഈ സൗണ്ട് ഡോക്ടറിൻ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാപത്തിന്റെ ക്ലച്ചിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ബോഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസം. അവിടെ പറഞ്ഞിരിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന്. അപ്പൊ അവിടെ നിന്ന് വിടുവിക്കാൻ രക്ഷകൻ വേണം. നമ്മുടെ ഡിസിഷൻ കൊണ്ട് പറ്റില്ല, തീരുമാനം എടുത്തുകൊണ്ട് പറ്റില്ല. രക്ഷകൻ നമ്മളെ രക്ഷിക്കുക തന്നെ വേണം. രക്ഷയ്ക്കായി നിലവിളിക്കണം, കർത്താവെ എന്നെ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ് ദൈവം നോക്കുമ്പോൾ. കാരണം അതിനകത്തെല്ലാം നമ്മുടെ സെൽഫ് ഉണ്ട്. ആ സെൽഫ് ഒരു കണക്ക് പറയുന്ന സെൽഫാണ്. ആ സെൽഫ് ദൈവത്തിന് അവജ്ഞ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ 2007 ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ എക്സാമ്പിൾസ്. എൻ്റെ ജീവിതത്തിലെ എക്സാമ്പിൾസ് മിക്കവാറും എല്ലാ യൂട്യൂബിലുണ്ട്. കാരണം എനിക്ക് എൻ്റെ എക്സാമ്പിൾസിലേ പറയാൻ പറ്റും. അതുകൊണ്ട് 2007 ഞാൻ ആന്ധ്രയിലായിരിക്കും, മിഷണറീസ് ആയിരിക്കും. ഞാനും എൻ്റെ ഭാര്യയും, ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വന്നു വഴക്കുണ്ടാക്കിയ വിഷയം പത്രത്തിലൊക്കെ വന്ന വലിയ വിഷയമാണ്. അതായത് ഞങ്ങളുടെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. അന്ന് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ 3 പിള്ളേരും കൂടെ ചേർത്ത് ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്. അപ്പൊ അതിലൊരു കുട്ടിയെ ഇവര് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പരിശ്രമം നടത്തി. പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി. അവർ വന്ന് വഴക്കുണ്ടാക്കി. എൻ്റെ ഭാര്യയുടെ കരണക്കുറ്റി നോക്കി 3 അടി അടിച്ചു, പട്ടാന്ന് കിട്ടി. ഞാൻ 50 മീറ്റർ ദൂരെ നിൽക്കി. അപ്പൊ ഇവരാരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അന്നേരം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അടി കണ്ടപ്പോൾ. ഞാൻ വീടിന് ചുറ്റും നടന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞു, കർത്താവെ, ഒരു കരണം തരിച്ചപ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ എൻ്റെ ഭാര്യയെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കാരണം പുള്ളിക്കാരി തിരിച്ചടിച്ചില്ല, ചുമ്മാ നിന്ന് കൊണ്ടു 3 അടി. ഭയങ്കര സന്തോഷം എനിക്ക്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഒരു കരണം തരിച്ചിട്ട് മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് നീ കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം, നന്ദി എന്നും പറഞ്ഞപ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, എനിക്കതിൽ യാതൊരു പ്രസാദവുമില്ല നിന്റെ ഭാര്യ അടികൊണ്ട് കരണം കാണിച്ചു കൊടുത്തില്ല. പിന്നെ നിന്റെ സ്തോത്രത്തിനും വലിയ കാര്യമില്ല. അപ്പൊ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് അതെന്താണ്? കർത്താവ് പറഞ്ഞു, നിന്റെ ഭാര്യ തല്ലുകൊണ്ടതോ നീ സ്തോത്രം പറയുന്നതല്ല എന്റെ പ്രശ്നം. നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ ആ സ്ത്രീയോട് വൈരാഗ്യമുണ്ട്, അതാണ് പ്രശ്നം. അത് മാറുന്നില്ല. ആന്തരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ തുല്യമല്ല, അവന് പ്രസാദകരമല്ല. നമ്മുടെ ഹൃദയത്തിൽ കാണുന്നതല്ല നമ്മൾ വെളിയിൽ കാണിക്കുന്നത്. നമുക്ക് വേറൊരു പ്രകൃതം നമ്മൾ വെളിയിൽ കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് റിയൽ. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലൊരാൾ വരികയെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. നിങ്ങള് അബുദാബിയിലല്ലേ? അതെ. ഞാൻ അബുദാബിയിലും ദുബായിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒത്തിരി പാസ്റ്റേഴ്സ് ഈ അവിടെയൊക്കെ വന്ന് ഒരു ശുശ്രൂഷ തരാമോ എന്ന് ചോദിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ഡോണ്ട് നോ, ഞാൻ ഫസ്റ്റ് ഹാൻഡ് ആളല്ല, എൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശുശ്രൂഷിക്കാനുള്ള വെമ്പലല്ല നമുക്കറിയാം. കാരണം അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അത് വേറൊരു കാര്യം, എന്തെങ്കിലും ആട്ടെ. ഐ എം നോട്ട് ജഡ്ജിങ് ദം. ഓക്കെ. പക്ഷെ ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ആൾക്കാർ വിളിക്കും. പാസ്റ്റർമാർക്കും ഇഷ്ടമില്ല, വിശ്വാസികൾക്കും ഇഷ്ടമില്ല. പക്ഷെ അവരെ അങ്ങ് അനുവദിക്കുക. കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ പറയും, പാസ്റ്ററെ എന്നോട്ട് വിശേഷം, സുഖമാണോ, നാട്ടിൽ? ചുമ്മാ ചോദിക്കുന്ന, ആഹാരം കഴിച്ചിട്ട് പോകാൻ കേട്ടോ, ചുമ്മാ പറയുന്ന. സത്യം പറഞ്ഞാൽ മടുപ്പാ. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് മൊത്തം. ഇപ്പൊ നമ്മൾ ആഹാരം കഴിച്ചിട്ട് പോകാൻ കേട്ടോ, ഉള്ളിലെന്താ, വേണ്ട പാസ്റ്ററെ പോയേക്കോ എന്ന് പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവൻ എന്നാ പിന്നെ ശരി നാകുമ്പോഴാണ് വെപ്രാളം വരുന്നത്, അല്ലെ? ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിക്കുമായിരുന്നു. എന്നോട് ആളുകൾ ഇങ്ങനെ പറയുന്നത്, കഴിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ഒരു ദിവസം താമസിച്ചിട്ട് പോകാന്നൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ ശരിയായിരിക്കും എന്ന് വിചാരിക്കുമായിരുന്നു. പിന്നെ മനസ്സിലായത് അവർ പ്രതീക്ഷിക്കുന്നത് അതല്ല. പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ വേണ്ട എന്ന് പറയും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് അവർ നമ്മൾ ഓരോ കാര്യം. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഉപചാരം മുഴുവൻ വ്യാജമല്ലേ? ലൈഫ് മൊത്തം അഭിനയം. ഈ എന്റെ അഭിനയം എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണാടി നോക്കാൻ പേടിയായിരുന്നു കുറെ നാള്. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ കർത്താവിനോട് പറയും, നീയാണ് വചനം പ്രസംഗം എടുക്കുന്നത്. ശരിയാണ്. നോക്കി കഴിയുമ്പം ഓ മൈ ഗോഡ്, നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. റിയലി ആത്മാവ് അങ്ങനെ നമ്മളെ പൊളിക്കണം.
ഒന്നും ഇല്ലാത്തവരായിട്ട് കാണുമ്പോൾ സ്ലേവറി ടു സിൻ എന്ന് പറയുന്നത്. യു ഫീൽ ദാറ്റ് നത്തിങ്നെസ്. കർത്താവ് ഒരു കൽപ്പന അനുസരിക്കാത്തവൻ, ഒരു ഗുണവും ഇല്ലാത്തവൻ, അതാണ് നമ്മള്. ഇപ്പൊ പാപത്തിന്റെ സ്ലേവറി എത്ര ആഴമുള്ളതാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അതിന് രക്ഷപ്പെടാൻ ഈ അപ്പോസ്തലിക ഉപദേശം നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. ഈ റോമാലേഖനം എനിക്ക് ഒട്ടും മനസ്സിലാവില്ലായിരുന്നു. റോമാലേഖനം എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? പാപബോധം ഉണ്ടായപ്പോഴാണ്. ഈ പാപബോധം ഉണ്ടായിട്ട് അധികം നാളായില്ല. മറ്റ് രക്ഷാകരമായ പാപബോധമൊക്കെ ഉണ്ടായി, പക്ഷെ റോമാലേഖനം മനസ്സിലാക്കാനുള്ള പാപബോധം ഉണ്ടായത് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ്. ഇനിയും മനസ്സിലാക്കാൻ എത്രയോ ബാക്കി ഉണ്ടാവും. അതായത് 2017 ഈ സംഭവം നടക്കുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. 3 പേര് അഡോപ്റ്റഡ് ആണ്. ആ 3 പേരിൽ ഒരാൾ HIV പോസിറ്റീവ് ആണ്. അവൻ ബാംഗ്ലൂരിൽ ഒരു കെയർ സെന്ററിലാണ് ഇപ്പൊ താമസിക്കുന്നത്. 2017 ഇപ്പോൾ അവൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. 2017 ഈസ് 19 years of age now, approaching 20. 2017 ഞങ്ങൾ അവനെ കാണാൻ പോകുന്ന സമയത്ത് വാസ് വീക്കർ അറ്റ് ദാറ്റ് ടൈം. ഞങ്ങൾ അവൻ്റെ കൂടെ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. പോരാൻ നേരത്ത് ഞാൻ ഇങ്ങനെ സൈഡ് വൈസ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കൊണ്ട് പറഞ്ഞു, മോനെ പപ്പ പോവാൻ, അടുത്ത മാസം വരാം കേട്ടോ. അവനെന്നെ വട്ടം കെട്ടിപ്പിടിച്ച ഒരു ഒറ്റ കരച്ചിലായിരുന്നു. കരച്ചിൽ 5-10 മിനിറ്റ് അവൻ കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കര എന്ത് ചെയ്താൽ വിടുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവൻ അങ്ങ് കരഞ്ഞു തീർക്കട്ടെ. കാരണം മറ്റു കുഞ്ഞുങ്ങളെ പോലെ പ്രത്യാശ എന്ന് പറഞ്ഞ ലോകത്തെ സംബന്ധിച്ച് ഒരു ആഗ്രഹമില്ല, നടക്കില്ല, ലൈഫ് അൺസർട്ടൻ ആണ്, രോഗിയാണെന്ന് അറിയാം. അപ്പോൾ അവൻ്റെ ഭയങ്കരമായ പെയിൻ ഉണ്ട്. അപ്പൊ പെയിൻ പിന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു വേദനയുണ്ട്. ഇതെല്ലാം അങ്ങ് കരഞ്ഞങ്ങൊരു കത്താർസിസ് ആകട്ടെ എന്ന് വിചാരിച്ചു. അവൻ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞിട്ട് ചിരിച്ചു, ബൈ പറഞ്ഞു, അടുത്ത മാസം കാണാന്ന് പറഞ്ഞു. ഞങ്ങൾ പോന്നു, വണ്ടിയെ കയറി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ പെയിൻ ഉണ്ടായി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ സ്വന്തം മകനെ പോലെ എനിക്ക് അവനെ എൻ്റെ വീട്ടിൽ വളർത്താൻ പറ്റാത്തത്? അപ്പൊ കർത്താവ് പറഞ്ഞു, അവൻ നിന്റെ മകനല്ലാത്തതുകൊണ്ട് തന്നെ. എന്താ അതിനർത്ഥം? എനിക്ക് എൻ്റെ രക്തത്തിൽ പിറന്ന മകനോടുള്ള സ്നേഹം അവനോടില്ല എന്നല്ലേ അതിനർത്ഥം? എനിക്കത് ഭയങ്കര വിഷമമായി. ആ ശബ്ദം, ആത്മാവിന്റെ ശബ്ദം ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 3-ാം വയസ്സിൽ അവനെ എടുത്തതാണ്. 10 വർഷം അവൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചു, ഞങ്ങളുടെ കൂടെ താമസിച്ചു, ഞങ്ങളുടെ കൂടെ ആഹാരം കഴിച്ചു, ഞങ്ങളുടെ പിള്ളേരോട് കളിച്ചു നടന്നു. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പോൾ അവന് സെക്കൻഡറി ഇൻഫെക്ഷൻസ്, TB പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. അത് മറ്റു പിള്ളേർക്ക് പകരും എന്നുള്ളൊരു ഭയമായി. അതുപോലെ അവന് മരുന്ന് എപ്പോഴും ഓക്സിജൻ കൊടുക്കേണ്ട സമയങ്ങളൊക്കെ ഒരു ഇടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാവും. ഇങ്ങനെ മെഡിക്കൽ അറ്റൻഷൻ, മെഡിക്കൽ കെയർ, റെഗുലർ മെഡിക്കേഷൻ ഒക്കെ വേണ്ടി വന്നു. വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഒത്തിരി ക്രൈസിസ് വന്നപ്പോഴല്ലേ കർത്താവെ ഞങ്ങൾ അവനെ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. ഇപ്പൊ കർത്താവ് പറഞ്ഞു, നീ എക്സ്ക്യൂസ് പറയാൻ അന്നും ഇന്നും എടുക്കാനാണ്, പക്ഷെ നീ അവനെ ശരിക്കും മാറ്റിയത്, ഇങ്ങനെ ആയത് നിന്റെ സ്വന്തം മകനല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്ത് ചെയ്താൽ കർത്താവ് സമ്മതിക്കുന്നില്ല അവിടെ. ഈ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പാവബോധം വരുത്തി നമ്മളെ തകർക്കുക ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുക, നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു തൂണില്ലാത്ത അവസ്ഥയാവുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സുബോധം ഉണ്ടായി, ശരിയാണ്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതാണ് ശരി, എന്റെ ന്യായീകരണങ്ങൾ തെറ്റാണ്. എന്റെ സ്വന്തം മകനായിരുന്നു ഈ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്റെ സ്വന്തം മകൻ ഈ പ്രോബ്ലം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ അവനെ കെയർ സെന്ററിൽ വിടുമായിരുന്നായിരിക്കാം. പക്ഷെ ഞാൻ ആ കെയർ സെന്ററിന്റെ അടുത്ത് തന്നെ ഒരു വീട് എടുത്തേനെ വാടക. എല്ലാ ദിവസവും പോയി അവനെ കണ്ട് അവൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞേനെ. എൻ്റെ ഹൃദയത്തിൽ ഒരു തീരാ വേദനയായിട്ട് അത് കിടന്നേനെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവന് നന്നാകണമെന്നുണ്ട്, അവന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ഈ ഒരു ഇമോഷണൽ പെയിൻ, ആ ഒരു ഭയങ്കരമായ എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി, ശരിയാണ്, കർത്താവ് ആവശ്യപ്പെട്ട സ്നേഹം എൻ്റെ ഉള്ളിലില്ല. ഞാൻ ചെയ്തതെല്ലാം ഡെഡാ, പ്രവൃത്തികളെല്ലാം ഡെഡാ. ആലോചിക്കേ, കർത്താവിൻ്റെ പറഞ്ഞു, ഞാൻ നിനക്ക് തന്നേക്കുന്ന മാർക്ക് എത്രയാണെന്നറിയാമോ? 0. തീർന്നില്ലേ? എല്ലാം ചെയ്തു, പക്ഷെ കർത്താവ് പൊളിച്ചു നോക്കുന്നു, അകത്ത് അകപ്പയുണ്ടോ? ഇല്ല. സ്ലേവ് ടു സിൻ. സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരണ്ടേ, ഇമോഷൻസ് ഉണ്ടാകണ്ടേ? ആലോചിക്കേ. അപ്പൊ നമുക്ക് മെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആവരണം ധരിക്കുന്നില്ല, മീശ പഠിച്ചു കളഞ്ഞിട്ടുണ്ട്, വെള്ളവസ്ത്രം ധരിക്കുന്നുണ്ട്, ആള് ക്ലീൻ ആണ്, വേറെ പണികൾക്കൊന്നും പോകുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ്, അപ്പൊ കർത്താവ് എന്നെ സ്വർഗത്തിൽ ഇടും എന്നാ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കർത്താവിന്റെ നീതിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ കഴിവിനപ്പുറത്താണെന്നും നമ്മുടെ ശരീരം കൊണ്ട് കഴിയാത്ത ഒരു തലത്തിലാണെന്നും അവിടേക്ക് എത്താൻ കർത്താവ് നമ്മളെ രക്ഷിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലെന്നും നമ്മൾ അറിയണം.
We need to be deeply aware about our sinfulness and slavery that we have still to the mortal bodies that we live with. ഇവിടെ ആളുകളുമായിട്ട് മത്സരിക്കാനും യുദ്ധം ചെയ്യാനും ജയിക്കാനും ഓടി നടക്കുമ്പോൾ we are all branded as sinners by the Holy Spirit. ഈ പാപബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. നമുക്ക് ഒരു കാര്യം അറിയാം, കർത്താവെ രക്ഷപ്പെടാൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ പുത്രനാണെന്ന് എങ്ങനെയാ? ദൈവത്തിൽ നിന്ന് ജനിച്ചാലേ ഉള്ളൂ. We cannot take a decision and survive because we take a decision with our intellect. But the problem is our body will betray us. നിങ്ങൾ എപ്പോഴെങ്കിലും വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളിയിട്ടുണ്ടോ? ബസ്സിനകത്തിരുന്ന് ബസ് തള്ളിയിട്ടുണ്ടോ? ഓ ഇല്ല. നിങ്ങളുടെ ജഡത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുത്തു നോക്കിയേ, ഒരു തീരുമാനം നടപ്പാവില്ല. കാരണം ഇത് തന്നെ, വണ്ടിക്കകത്തിരുന്ന് തള്ളിയാൽ പോകില്ല എന്ന് പറയുന്നത് തന്നെയാണ്. ആസ് ലോങ് ആസ് യു ബിലോങ് ടു ദ ഫ്ലഷ്, നൺ ഓഫ് യുവർ ഡിസിഷൻസ് വിൽ സാങ്ക്ടിഫൈ യു. നിങ്ങളിത് കേട്ടേ പറ്റുള്ളൂ കർത്താവ് വരുന്നതിന് മുമ്പ്. അതുകൊണ്ടായിരിക്കും എന്നെ പിടിച്ചുവിടെ നിർത്തിയേക്കുന്നത് ഇപ്പം. ബിക്കോസ് ഇറ്റ്സ് അർജന്റ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വി ആർ ഓൾ സ്ലേവ്സ് ഓഫ് സിൻ. വിതൗട്ട് ക്രൈസ്റ്റ് വി ഓൾ വിൽ ഡൈ. ക്രിസ്തു ഇല്ലാതെ നമ്മൾ മരിക്കും. എനിക്ക് ഈ മെസ്സേജ് കർത്താവ് തരുന്നത് 2010 ക്രിസ്തു ഇല്ലെങ്കിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട ഒത്തിരി നാളായി, 1994 രക്ഷിക്കപ്പെട്ടതാണ്. ബട്ട് ക്രൈസ്റ്റിന്റെ ലൈഫ്, ക്രിസ്തുവിന്റെ ജീവൻ, ആ ജീവനാലുള്ള രക്ഷ എത്ര പ്രധാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് 2010. God gave me that as an oracle which I preach everywhere. എന്നെ വിളിക്കുന്നിടത്തെല്ലാം എൻ്റെ തലയിലുള്ള ഭാരം ഇതാണ്, കർത്താവിന്റെ ജീവൻ നമ്മളെ രക്ഷിക്കാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ജനം മനസ്സിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ പാപത്തിന്റെ ദാസ്യത്വം എന്ന് പറയുന്നത് ലിമിറ്റ്സ് us. ഈ ദാസ്യത്വം വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഇലസ്ട്രേഷൻ കൂടെ പറയാം. നമ്മൾ നിങ്ങൾ നാട്ടിൻപുറത്ത് പല സ്ഥലത്തുള്ളവർ, അതുകൊണ്ട് ഈ എക്സാമ്പിൾ അത്ര ആപ്ലിക്കബിൾ ആവില്ല. നിങ്ങൾ കേരളത്തിലൊരു ഒരു ദേശത്തുള്ളവരാന്ന് വിചാരിച്ചോ. ഏത് സ്ഥലം വേണം? AG അല്ലേ? ഇപ്പൊ പുനലൂർ ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും പുനലൂരുകാരാന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നമ്മൾ നാട്ടിൽ പോയി സെറ്റിൽ ആകുമ്പോൾ ഒരു ടൗൺഷിപ്പ് ആയിട്ട് നമുക്ക് ഒന്നിച്ച് താമസിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? അത്ര സ്നേഹമൊക്കെ ഉണ്ടോ? എങ്ങനെ രക്ഷപ്പെട്ട് പോകാമെന്ന് ആലോചിക്കുമ്പോഴാണ്. ആയിക്കോട്ടെ, ഏതായാലും ഒരു ടൗൺഷിപ്പ് ആയിട്ട് താമസിക്കണം തീരുമാനം എടുത്തിട്ട് ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഒരു സ്ഥലം വാങ്ങിയിട്ട് കുറച്ച് പച്ചക്കറിയും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാം. ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട്. അപ്പൊ നമുക്ക് ഈ വിഷ വിത്തുകളൊന്നും മേടിക്കണ്ട. നമ്മുടെ ചർച്ചിലുള്ള ആൾക്കാർക്ക് വേണ്ടി നല്ല ഐഡിയാസ് കേട്ടോ, ഇതൊക്കെ ലോകമാണേ. നിങ്ങൾ ദയവായിട്ട് ഇത് ഇങ്ങനെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല ഐഡിയ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയേക്കരുത്. നിങ്ങൾ 5 ഏക്കർ സ്ഥലമൊക്കെ മേടിച്ചോടെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചെന്ന് വെച്ചോ. അപ്പൊ ഒരാൾ പറഞ്ഞു പയറ് മതി, മറ്റുള്ള പറഞ്ഞു ഉണ്ടാവും, നമ്മുടെ ഇടയിൽ ഡയബറ്റീസ് ഉള്ള ഒത്തിരി ആൾക്കാർ, നമുക്ക് പാവയ്ക്ക തന്നെ കൃഷി ചെയ്തേക്കാം. അപ്പൊ വേറെ ഉള്ള തക്കാളി ആയിക്കോട്ടെ, വെണ്ടയ്ക്ക. അവസാനം ആരും ഒരു പണി, നമ്മുടെ എല്ലാ പണികളും അങ്ങനെയാണ്. 100 അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ 5 ഏക്കർ സ്ഥലം അങ്ങനെ കിടക്കുക. ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങളോട് പോയി നോക്കിയാലേ രസകരമായ ഒരു കാഴ്ച കാണാം. അതിന് ഒരു സൈഡിൽ വെണ്ടയ്ക്ക, വേറൊരു സൈഡിൽ പയറ്, മൂന്നാമത്തെ ഒരു സൈഡിൽ തക്കാളി, നടുക്ക് ബീൻസ്. ഇങ്ങനെ ഉണ്ടായി വരുമോ? ഉണ്ടായി വരില്ലല്ലോ, ഉറപ്പായിട്ടും വരില്ല. പിന്നെ എന്തായിരിക്കും ഉണ്ടായി വരുന്നത്? കുറെ പുല്ല്, കള, ഒരു ഗുണമില്ലാത്ത സാധനം. ഒരു ഗുണമില്ലാന്ന് പറയരുത്, ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ഗുണമുള്ള സാധനങ്ങൾ ഉണ്ടാവും. പാമ്പ് വന്നവിടെ കൂട് വയ്ക്കും, പശുക്കൾ വന്ന് തിന്നും. ആ പശുവിനെ തിന്നാൻ വേണമെങ്കിൽ കടുവയോ സിംഹമോ വേണേ വരാം, പൂച്ചകൾ വേണമെങ്കിൽ ജീവിക്കും. പാറ്റ, പഴുതാര തൊട്ട് പാമ്പ് തൊട്ട് സകലതിനും ജീവിക്കാനുള്ളത് 5 ഏക്കർ സ്ഥലത്തുണ്ടാവും. മനുഷ്യന് ജീവിക്കാനുള്ളത് മാത്രം ഒരു വകയും അവിടെ ഉണ്ടാവില്ല. എന്തായിരിക്കും എന്റെ കാരണം? ലോകത്തിൽ ഏത് ജീവജാലത്തിനും ജീവിക്കാൻ ഈ ആവാസ വ്യവസ്ഥ സഹായിക്കുന്നുണ്ട്, മനുഷ്യനെ ഒഴിച്ച്. മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഒരു സ്ഥലത്തും നാച്ചുറലായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. വല്ലപ്പോഴും വല്ല കിഴങ്ങും ഉണ്ടായി തപ്പി നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയെന്നായി, അല്ലാതെ they don't get anything. ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞു, നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്നൊന്നും ഉണ്ടാകാത്ത പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും അഗപ്പെ എന്ന് പറയുന്ന സ്നേഹം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ഉണ്ടാവും, സഹോദരപ്രീതി വരെ ഉണ്ടാവും, പക്ഷെ അഗപ്പെ ഉണ്ടാവില്ല. അത് ആത്മാവിന്റെ ഫലമായി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര തീരുമാനം എടുത്താലും, യു ഡിസൈഡ് ടു ലവ് യുവർ വൈഫ്, 2 ദിവസം
പിന്നെ ദിവസം ഭർത്താവ് ഭാര്യയുടെ സംസാരം കേൾക്കുമ്പോൾ പഴയ പോലെ. അകപ്പ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഈ ജന്മ വീണ്ടും ജനിക്കാതെ, ആത്മാവിൽ ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. വിത്ത് ദിസ് ഫ്ലഷ് യു കനോട്ട് ഒബേ ദ ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഈ അകപ്പെ ഉണ്ടാകാതെ, പത്രോസിന്റെ ലൈഫ് നിങ്ങൾ എടുത്തു നോക്കി. പത്രോസിന്റെ ലൈഫില് പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ശിഷ്യന്മാരെല്ലാം പറഞ്ഞ കാര്യമാണ്, സ്നേഹിതന് വേണ്ടി കൊടുക്കുന്നതിൽ അധിക സ്നേഹം ആർക്കുമില്ല. യോഹന്നാന്റെ സുവിശേഷം 15:13 12-ാം അധ്യായത്തിൽ പറയുന്നത്, 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പൊ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സ്നേഹിക്കണം. അത് പത്രോസിന് മനസ്സിലായി. ഇപ്പൊ പത്രോസ് കർത്താവിനോട് കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി തടവിലാകുവാനും ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കർത്താവിനോട് പറയും. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കർത്താവ് പറയും, മോനെ പത്രോസേ, നീ എന്താ പറഞ്ഞേ? എനിക്ക് വേണ്ടി മരിക്കാനും തടവിലാകാനും നീ തയ്യാറാണോ? ഒരിക്കലും ഇല്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. നീ എന്നെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നാളെ നേരം വെളുക്കില്ല. കോഴി കൂവിയാലും നേരം വെളുക്കും. കോഴി കൂവുകയില്ല, നേരം വെളുക്കുകയില്ല. അതിനു മുമ്പ് നീ എന്നെ തള്ളി പറഞ്ഞിരിക്കും. പത്രോസ് വലിയ തീരുമാനമൊക്കെ എടുത്താ നമ്മളെ പോലെ. പക്ഷെ ഒരു സ്ത്രീയുടെ മുമ്പിൽ, പെൺകുട്ടിയുടെ മുമ്പിൽ പത്രോസ് തള്ളിപ്പറഞ്ഞത് മാത്രമല്ല, അവൻ പ്രാഗി എന്നാ പറയുന്നത്. എങ്ങനെയായിരിക്കും യേശുവിനെ പ്രാഗിയത്? ഞാൻ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഗലീലക്കാരനൊരുത്തം വന്നേക്കും നമ്മുടെ എല്ലാം ജീവൻ കുഴപ്പത്തിലാക്കും എന്ന് പറഞ്ഞു കാണുമായിരിക്കും. അതിൽ കൂടുതലൊക്കെ പറഞ്ഞു കാണും. കാരണം ഈ വലിയ വീരവാദം മുഴക്കുന്നവരൊന്നും അവസാനം നിൽക്കില്ല. ഇപ്പം ഞാൻ ആദ്യം ഈ രക്തസാക്ഷികളെ കുറിച്ചൊരു പുസ്തകം വായിച്ചിട്ട് അതിന്റെ അവസാനത്തെ പേജിൽ ഇങ്ങനെ എഴുതി വെച്ചായിരുന്നു, എന്നെ ഇവരിൽ ഒരാളായിട്ട് മാറ്റണമെന്ന്. പണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് നടക്കുന്ന പരിപാടിയൊന്നുമല്ല. കാരണം ആ സമയത്ത് ഓടാതിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്, അല്ല നമ്മുടെ തീരുമാനമൊന്നുമല്ല. തക്ക സമയത്ത് നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കണമെങ്കിൽ അവൻ നമ്മളെ സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മൾ ഈ പറയുന്ന ബലമൊന്നും ഈ പത്രോസ് പറഞ്ഞ പോലെ. അവസാനം പത്രോസ് തള്ളി പറഞ്ഞു, നമുക്കറിയാം. ലാസ്റ്റ് കർത്താവ് പത്രോസിനെ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21:15. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കർത്താവ് ചോദിക്കുന്നു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ചോദ്യം ഇതാണ്, നിനക്ക് എന്നോട് അകപ്പ ഉണ്ടോ? പത്രോസിന്റെ മറുപടി, എനിക്ക് നിന്നോട് ഫിലയോ ഉണ്ട്. കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നു? ഉത്തരം എന്താ? എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നല്ല, പ്രിയമുണ്ട്. അത് ഗ്രീക്കിലും 2 വാക്കാ. അകപ്പയുണ്ടോ, ഫീലയോ ഉണ്ട്. അത് നല്ലപോലെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പിന്നെ എല്ലാം ലവ് ആണ്, പക്ഷെ മലയാളത്തിൽ കൃത്യമായിട്ട് 2 സെപ്പറേറ്റ് ട്രാൻസ്ലേറ്റ് ഉണ്ട്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലുണ്ട്. അൻപായിരിക്ക ചോദ്യം, നേശിക്കറേം ഉത്തരം. ഹിന്ദിയിൽ പ്രേം രക്തേ ഹോ എന്ന് ചോദ്യം, ഉത്തരം പ്രിയ ഹേ എന്നുത്തരം. പ്രിയമുണ്ട്, ഇഷ്ടമുണ്ട്, അൻപില്ല, അകപ്പയില്ല, സ്നേഹമില്ല. രണ്ടാമത്തെ പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പത്രോസ് പറയില്ല. ഇല്ലെന്നല്ല, ഉണ്ട് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ആ അകപ്പ എന്നുള്ള വാക്ക് വരുന്നില്ല. മൂന്നാമത് കർത്താവ് എന്താ ചോദിക്കുന്നല്ലോ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന്. അപ്പോഴാണ് പത്രോസ് കരയുന്നത്. അകപ്പയുടെ കാര്യം കർത്താവും കിട്ടും. പിന്നെ കർത്താവിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ അകപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മരിക്കാൻ തയ്യാറാകുന്ന സ്നേഹമാണ്. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നുണ്ട്, നീ യൗവനക്കാരനായിരിക്കുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് നടക്കുന്നിടത്തോളം കാലം നിനക്ക് എനിക്ക് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. എന്നാൽ നീ വൃദ്ധനായ ശേഷം നീ നിന്റെ പ്രാണൻ എനിക്ക് വേണ്ടി വെച്ച് തരും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നീ നിന്റെ ജീവനേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കും. യു വിൽ ബി മെയ്ഡ് ഇൻ ടു ദാറ്റ്. നിന്റെ ജഡത്താൽ അത് സാധിക്കില്ല. നീ അരക്കി കെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം നടക്കുന്നിടത്തോളം കാലം. ദ പ്രോബ്ലം ഈസ് അഗപ്പെ കനോട്ട് ബി ജനറേറ്റഡ് ബൈ എ ഹ്യൂമൻ ഡിസിഷൻ ഓർ ഹ്യൂമൻ വിൽ. തീരുമാനമെടുത്ത് നമുക്ക് അഗപ്പെ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ജലദോഷം പോലും തീരുമാനമെടുത്ത് മാറ്റാൻ പറ്റാത്ത നമ്മളാണ് ഇത്രയും വലിയ പാപങ്ങൾ ഇതെല്ലാം തീരുമാനമെടുത്ത് മാറുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അടിമാലി AG ചർച്ചിലാണ് ആദ്യം വിശ്വാസിയായിട്ട് സ്നാനപ്പെടുന്നത്. അടിമാലി AG ചർച്ചിലാണ്. അന്ന് ആ ചർച്ചിൽ പ്രവാചകന്മാരുടെ ബഹളമായിരുന്നു. ഇഷ്ടം പോലെ പ്രവാചകന്മാർ വരുന്നു. പ്രവാചകന്മാർ വരുമ്പോൾ ശരിക്കും എനിക്ക് പേടിയായിരുന്നു. കാരണം ഇവരെ അത് ഇതൊക്കെ വിളിച്ച് പറയും, നമ്മുടെ അകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെളി വരുമല്ലേ. അപ്പോൾ ഈ പ്രവാചകൻ വരുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഒന്നും വെളിപ്പെടുത്തല്ലേ, ദൈവമേ ഒന്നും വെളിപ്പെടുത്തല്ലേ, ഞാൻ ഇനി മര്യാദയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷെ അത് കർത്താവ് കേൾക്കും. ഇവരാരും ഒന്നും പറയില്ല, പോവും. പക്ഷെ ഇവർ പോയി കഴിയുമ്പോൾ ഞാൻ പഴയ പോലെ ആവും. കാരണം എന്താ? ജഡം അങ്ങനെയാ.
ആ നിമിഷം ഞാൻ ജഡത്തെ അങ്ങ് വിശ്വസിക്കുക, ഇതോടെ നന്നായിക്കോളുമായിരിക്കും, ഈ തല്ലോടുകൂടി ഞാൻ നന്നാവുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനമെടുക്കലൂടെ, ഈ ഒരു ഉപവാസത്തിലൂടെ ഞാൻ നന്നാവുമായിരിക്കും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ, നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. അതിന്റെ കാരണം നിങ്ങളെ കൊണ്ട് നന്നാവാൻ പറ്റുകയല്ല. അവിടെ ദൈവത്തിന്റെ അടുത്തേക്ക് ശരണത്തിനായി ഓടി ചെല്ലുന്നവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. കർത്താവെ എന്നെ രക്ഷിക്കണേന്ന് അവനെ ശരണം പ്രാപിക്കാത്ത ആരും രക്ഷപ്പെടില്ല. ശരണത്തിനായി ഓടി വരുന്നവരെ രക്ഷിക്കാൻ അവൻ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, 2 കാര്യങ്ങൾ ഉറപ്പിക്കപ്പെടുന്ന ആണയോടുകൂടിയ വാഗ്ദത്തം വന്നിരിക്കുന്നു. ദോസ് ഹൂ റൺ ടു ഹിം ഫോർ റെഫ്യൂജ്. ഇത് നമുക്കറിയാലോ, പരീശന്റെയും ചുങ്കക്കാരന്റെ ഉപമ. പരീശൻ നിന്നുകൊണ്ട് അവന്റെ നീതികളെ എണ്ണുമായിരുന്നു. പക്ഷെ ചുങ്കക്കാരൻ എന്താ പറഞ്ഞ? പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? നീതിമാനെ, നീ വീട്ടിൽ പോയിക്കോ. അവൻ നീതീകരിക്കപ്പെട്ടവനായി എന്ന് പറയാം. ജസ്റ്റിഫൈഡ്, ഹി വെന്റ് ഹോം. അപ്പൊ അവനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും, അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇഫ് യു ആർ ടേക്കിംഗ് എ ഹ്യൂമൻ ഡിസിഷൻ ടു ബി സേവ്ഡ്, യു വിൽ ബി ഡിസപ്പോയിന്റഡ്. അങ്ങനെ ഒരു പരിപാടി കർത്താവ് വെച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ മുഖം നോക്കി നിലവിളി, കർത്താവെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊരു ആന്തരികമായ നിലവിളിയാണ് നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ആ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ഓഫ് ഡോക്ട്രിൻ, ഞാനത് പൂർണ്ണമായിട്ടും പറയാൻ ഇന്ന് സമയം ഉണ്ടാവില്ല. ഇന്നത് 15 മിനിറ്റ് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഒരിക്കലും അത് സംഭവ്യമായ കാര്യമല്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു നോ അവർ പാത്വേ ടു സാങ്ക്ടിഫിക്കേഷൻ. വി കനോട്ട് ജസ്റ്റ് ഗോ അറൌണ്ട് ഡൂയിങ് സം വർക്ക്സ് ഹോപ്പിംഗ് ദാറ്റ് വിൽ ബി സാങ്ക്ടിഫൈഡ്. അങ്ങനെയല്ല. ഈ വിശുദ്ധീകരണത്തിന്റെ ഇടുക്കുവഴി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഫൗണ്ടേഷൻ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ദിസ് വാസ് നോട്ട് വാട്ട് ഐ വാണ്ടഡ് ടു സ്പീക്ക് ടു യു. ഇതൊരു തുടക്കമായിട്ട് ഇത് എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാപം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമ്മൾ പാപിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? വചനത്താലാണ് മനസ്സിലാകുന്നത്. ന്യായപ്രമാണമാണ് നമുക്ക് പാപബോധം വരുത്തുന്നത്. ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വാക്യമുണ്ട്. 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം കോൺട്രവേഴ്സി. 20-ാം വാക്യം, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഈ വാക്യം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്യമാണ്. ലംഘനം പെരുകിയെടുത്ത് എന്ത് പെരുകി? പാപം പെരുകിയെടുത്ത് എന്ത് പെരുകി? കൃപ പെരുകി. ഇപ്പൊ ചില സഹോദരന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല, അവർ പറഞ്ഞത് നിങ്ങൾ പാപം ചെയ്യുന്നതനുസരിച്ച് കൃപ പെരുകുമെന്നാണ്. കേട്ടിട്ടുണ്ടോ ഈ ഉപദേശം? അവിടെ അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അങ്ങനെയല്ല. ശരിക്കും വായിച്ചു നോക്കി. തുടക്കം എങ്ങനെയാ? ലംഘനം പെരുകേണ്ടതിന് എന്ത് സംഭവിച്ചു? ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. അപ്പൊ ലംഘനം എങ്ങനെയാ പെരുകിയത്? ചെയ്ത് പെരുകിയതല്ല, ചെയ്ത് പെരുകിയതല്ല. പിന്നെ എങ്ങനെ പെരുകിയതാ? ന്യായപ്രമാണം കൈ കിട്ടിയപ്പോ പെരുകിയതാ. അതുവരെ പാപം എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഈ പ്രമാണം കൈ കിട്ടിയപ്പോ ഒരു കാര്യം മനസ്സിലായി, എല്ലാം പോക്കാണ്. പാപം പെരുകി. എന്റെ പാപം പെരുകിയത് എപ്പോഴാണെന്നറിയോ? 94-ലാണ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെരുകിപ്പോയി. ഞാൻ ഒരു പാപം ചെയ്യാത്ത ആളാന്ന് വിചാരിച്ചിരുന്നത്. എനിക്ക് ഭയങ്കര സ്വയനീതി ബോധമായിരുന്നു, സെൽഫ് റൈച്ചസ് ആയിരുന്നു, ഭയങ്കര സെൽഫ് റൈച്ചസ് ആയിരുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എൻ്റെ അപ്പൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഹിസ് കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ വെരി ഗുഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇറ്റ്സ് വെരി റെയർ. അഭിനയിച്ച് സംഘടിപ്പിച്ചെടുത്ത. കാരണം ഞാൻ നീതിമാനായിട്ട് കാണപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്നെ ഒരു കുറ്റത്തിനും പിടിക്കാൻ പാടില്ല. കയ്യിലിരിപ്പ് വളരെ മോശം, പക്ഷെ അഭിനയിക്കാൻ നല്ലപോലെ അറിയാൻ പറ്റും. ഐ ഡിഡ് ഇറ്റ് വെൽ ആൻഡ് ഐ ഗോട്ട് ദാറ്റ് പ്രൈസ്. ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അഭിനയത്തിന്റെ ഓസ്കാർ. പക്ഷെ ഞാൻ ഒരു പാപം ചെയ്തില്ലെന്ന് എന്നെ സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ കർത്താവിന്റെ നിയമം എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോണ്ടല്ലോ, ഐ ബ്രോക്ക് ഡൗൺ ആൻഡ് ക്രൈഡ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കൊലപാതകം ഉൾപ്പെടെ എല്ലാ പാപവും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചു തന്നു. സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകൻ. നിങ്ങൾക്കറിയാം, രക്ഷിക്കപ്പെട്ട ശേഷം എത്രയോ വർഷങ്ങൾ എന്നിൽ കൊലപാതക പ്രവണത ഉണ്ടായിരുന്നറിയോ? മറ്റുള്ളവരെ കുറ്റം പറയുക, അവരെ ബ്രാൻഡ് ചെയ്യുക, വെറുക്കുക, എന്നെ തന്നെ സ്വയം നീതിമാനെന്ന് വിചാരിക്കുക. ഐ വാസ് എ സ്ലേവ് ടു ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഫോർ മെനി years.
കൊലപാതകം, വ്യഭിചാരം ഉൾപ്പെടെയുള്ള സകല പാപങ്ങളും, വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള എല്ലാ പാപങ്ങളിലും ഞാൻ പ്രതിയാണെന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഈ ന്യായപ്രമാണം ശരിക്കും മനസ്സിലായപ്പോഴാണ്. എന്റെ ലംഘനം വല്ലാതെ പെരുകി. എങ്ങനെ പെരുകിയത്? ചെയ്ത് പെരുകിയ കാര്യമാണോ ഇവിടെ പറഞ്ഞേക്കുന്നത്? ആണോ? ബൈബിൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രമാണം ഇറങ്ങി ചെന്നപ്പോൾ അവന്റെ ഉള്ളിലുള്ള പാപം എന്തോരാന്ന് അവന് മനസ്സിലായി. അങ്ങനെ പെരുകിയത്. അതായത് നമ്മളിപ്പം ഇവിടെ 33 ക്യാമറകളാണ് ഉള്ളത്. എല്ലാം ഇവിടെ 50 പേരുണ്ടെന്ന് വിചാരിച്ചോ. ഈ 50 പേരില് നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ ഇരിക്കുമെന്ന് വെച്ചോ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മളെല്ലാവരും തോറ്റു. പിന്നെ സ്വർഗത്തിൽ പോയില്ലോ എന്ന് ആദ്യം ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ ചില ആൾക്കാർ സംശയിച്ചിരുന്നില്ലേ, പോവായിരിക്കുമോ എന്ന് ചിന്തിച്ച വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരുടെ വിചാരം ജയിക്കാൻ 35 മാർക്കുണ്ട് വേണം. പക്ഷെ ഇപ്പൊ ഒരു 32 ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധനയ്ക്കൊക്കെ കൂടി ദശാംശമൊക്കെ കൊടുത്ത് ഞങ്ങള് ഉപവാസ പ്രാർത്ഥനകളൊക്കെ സംബന്ധിച്ച് വചനമൊക്കെ കേട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 32 മാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി 2-3 കാര്യങ്ങളും കൂടെ ഒന്ന് ശരിയായാൽ ഞങ്ങൾ ക്വാളിഫൈഡ് ആകും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഓക്കെ, നിങ്ങൾ ആ കൂട്ടത്തിലുള്ളവരാണോ? ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇതിനെ ഓവർകം ചെയ്ത് ജയിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ന്യായപ്രമാണം ആൻസർ ഷീറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാം പൂജ്യമാണെന്നുള്ള കാര്യം. നമ്മൾ വിചാരിക്കുക ചില പ്രവൃത്തികളൊക്കെ ദൈവം കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറച്ച് മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിനായതുകൊണ്ടേ എല്ലാം 0-0-0 ഇട്ടേക്കുന്നത്. അതും മനസ്സിലാവുമ്പോൾ എന്റെ ലംഘനം പെരുകി എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു ബ്രോക്കൺനെസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ മകന്റെ കാര്യം പറഞ്ഞല്ലോ, HIV പോസിറ്റീവായിട്ട് മകന്റെ കാര്യം. അപ്പോഴെനിക്ക് റോമാലേഖനം മനസ്സിലാകുന്നത് 0 കിട്ടുന്ന എങ്ങനെയാണ്. ദ കമാൻഡ്മെന്റ് ഓഫ് ലവ് ഈസ് ബ്രോക്കൺ എവറി ടൈം. എന്റെ ഭാര്യയെ നോക്കുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയോട് വളരെ സ്നേഹമുണ്ട്. പക്ഷെ കർത്താവിന്റെ കമാൻഡ്മെന്റ് വെച്ച് നോക്കുമ്പോൾ യേശു സ്നേഹിച്ച പോലെ ഐ ഡോണ്ട് നോ, ഐ സ്റ്റാൻഡ് കൺവിക്റ്റഡ്. അപ്പോൾ റോമാലേഖനം മനസ്സിലാണെങ്കിൽ, അപ്പോസ്തലിക ഉപദേശം മനസ്സിലാണെങ്കിൽ, വി നീഡ് ടു ബി ഡീപ്ലി അവെയർ ഓഫ് അവർ സിൻഫുൾനെസ് ആൻഡ് സ്ലേവറി. അത് മനസ്സിലാവുക മാത്രമല്ല, നമുക്ക് ആ പാപത്തെക്കുറിച്ച് വളരെ ആഴമായ ഒരു ദുഃഖവും കൂടി ഉണ്ടാകണം. കാരണം പാപത്തിന്റെ വേര് നമ്മുടെ ശരീരത്തിലാണ്. നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. ബോഡി കനോട്ട് വർക്ക് അഗെയിൻസ്റ്റ് ബോഡി, ഫ്ലഷ് കനോട്ട് വർക്ക് അഗെയിൻസ്റ്റ് ഫ്ലഷ്. എത്ര പേർക്ക് മനസ്സിലായി പാപത്തിന്റെ സ്ലേവറി, പാവബോധം? യു ആർ നോട്ട് ക്വാളിഫൈഡ്. പക്ഷേ ദൈവത്തിന്റെ ഒരു സ്കീമുണ്ട്. എനിക്ക് ഇങ്ങനെ നിങ്ങളെ ഒന്നും വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു വഴിയും കൂടെ പറഞ്ഞു വെച്ചിട്ട് നമുക്കിന്ന് പിരിയാം. ഓക്കെ, എങ്ങനെയാ നമ്മൾ രക്ഷിക്കുന്നത്? 0 കിട്ടിയ ഒരാളെ രക്ഷിക്കാൻ എന്താ വഴി? ഒരു എക്സാമിനേഷൻ 0 മാത്രം. അതൊരു എക്സാമിനേഷൻ അല്ല, എല്ലാ എക്സാമിനേഷനും 0, എല്ലാ ചോദ്യങ്ങൾക്കും 0 ഉള്ള ഒരു ഇംബസൈൽ അല്ലെങ്കിൽ ഇഡിയറ്റ് എന്ന് പറയുന്ന ഒരാൾ, ഒരു ബുദ്ധിയും ഇല്ലാത്ത ആൾ, ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ശാസ്ത്രീയമായ ഭാഷ എന്ന് പറഞ്ഞാൽ ഡിസ്ലെക്സിയ എന്ന് പറയും. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ആൾ ഇംബസൈൽ ഒന്നുമല്ല കേട്ടോ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസോർഡർ ആണ്. എന്ന് പറഞ്ഞാൽ വായിക്കാൻ എഴുതാനും പുസ്തകവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. നോളജ്, അങ്ങനത്തെ നോളജ് ഇഷ്ടമില്ല. വായിക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ മറ്റു കഴിവുകളൊക്കെ കാണും. ഇപ്പൊ നല്ല ഡ്രൈവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നല്ല പെയിന്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നല്ല ഓർഗനൈസേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നല്ല പ്രസംഗകരായിരിക്കും, നല്ല രാഷ്ട്രീയക്കാരായിരിക്കും, ചിലപ്പോൾ നല്ല ഭരണകർത്താക്കളായിരിക്കും. പക്ഷെ പുസ്തകം വായിക്കാൻ മാത്രം പറ്റില്ല. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് തോക്കുള്ളൂ. ഏത് പരീക്ഷ എഴുതിയാലും തോക്കും. പക്ഷെ ഭയങ്കര പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കും. അപ്പൊ പരീക്ഷയ്ക്കെല്ലാം തോക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു മാർക്കും ഇല്ലാത്ത ആളാണ് എന്ന് വിചാരിച്ചു. അപ്പോ ഇയാളെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഇതാണ് സുവിശേഷം. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഒരു 0 സ്റ്റുഡന്റ് ആയിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. തകർക്കപ്പെട്ടവരായി നിൽക്കണം, അല്ലെ മനസ്സിലാവില്ല. കാരണം അവർക്ക് മാത്രം ഉള്ളതാണ് സുവിശേഷം. പാവബോധം ഉണ്ടാകുന്നവർക്ക് മാത്രമേ സുവിശേഷത്തിന്റെ ഗ്രേസ്, അതാണ് കൃപ പെരുകിയത്. അല്ല, പാപം പെരുകിയത് എന്തിനു വേണ്ടിയാ? പാവബോധം എന്തിനുണ്ടായത്? ഈ കൃപ വരാൻ വേണ്ടിയാ. കൃപ വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ പാപം പെരുകണം. എങ്ങനെ പെരുകണം? ചെയ്ത് പെരുകരുത്. ചെയ്താൽ നശിച്ചു പോകും. പാപം ചെയ്താൽ നശിച്ചു പോകും. പാപം ചെയ്തല്ല പെരുകുന്നത്. പാപം എങ്ങനെ പെരുകുന്നത്? പാപബോധമാണ് പെരുകുന്നത്. അവയർനെസ് ഓഫ് സിൻ. അതെങ്ങനെ പെരുകുന്നത്? ന്യായപ്രമാണം കൂടിച്ചേർന്ന് വന്നപ്പോൾ പാപം എന്നിൽ പെരുകി കണ്ടു.
ഐ ഫൗണ്ട് മൈസെൽഫ് ആസ് എ വിക്കറ്റ് സിന്നർ. അപ്പൊ ഈ 0 സ്റ്റുഡന്റ് എടുത്ത് ടീച്ചർ വരികയാണ്, മുട്ട മാത്രം മേടിച്ചിട്ടുള്ളൂ. ടീച്ചർ വന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് ഒരു നല്ല വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. ടീച്ചർ ചോദിക്കും, എന്താ ടീച്ചറെ പരീക്ഷ മാറ്റി വെച്ചു? അതല്ല, അതിപ്പോ നാളെ ഞാൻ എഴുതേണ്ടി വരുമല്ലോ. അതല്ല, നല്ല വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ പ്രാവശ്യം നിനക്ക് എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. ഓ ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. എനിക്കൊരു 10 ചോദ്യം പറഞ്ഞു തന്നാൽ എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള 35 മാർക്ക് സംഘടിപ്പിക്കുക, അത് മതി ടീച്ചറെ. ഇപ്പൊ ടീച്ചർ പറയും, മോനെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അത് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല, നിനക്കറിയാലോ. സ്നേഹിക്കണം. പറ്റുന്നില്ലല്ലോ. ചോദ്യം കൈക്കിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ക്ഷമിക്കണം. എവിടെ പറ്റുന്നു? താഴ്മ. നമ്മൾ എപ്പോഴും പറയല്ലേ പ്രാർത്ഥിക്കാൻ നേരത്ത്, താഴ്ത്തി സമർപ്പിക്കുന്നു, പൊടി പോലെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ. എവിടെയെങ്കിലും താഴ്ന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിയമങ്ങളെല്ലാം അറിയാം, നടക്കണ്ടേ. നോട്ട് കേപ്പബിൾ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ എപ്പോഴും നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ആകെ ഒരു ചോദ്യം അതിനകത്തുള്ളൂ, ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ പരസ്പരം സ്നേഹിക്കുക. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അത് പൊളിഞ്ഞിരിക്കുക. പിന്നെ എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട് കാര്യം? അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ അതുകൊണ്ട് കാര്യമില്ല, ശരിയാ. ടീച്ചർ പറഞ്ഞു, ഒരു നല്ല വാർത്ത തന്നെ പറയാം. എന്താ ടീച്ചർ? ഈ പ്രാവശ്യം പരീക്ഷയുടെ പേപ്പർ നോക്കുന്നത് ഞാൻ. ഓ അങ്ങനെയാണെങ്കിൽ ടീച്ചറെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെക്കാം, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടേക്കാം, അതിലെവിടെയെങ്കിലും 2, 3 8 ഒക്കെ എങ്ങനെയെങ്കിലും ഒരു 35 ആക്കി തന്നാൽ മതി, ഞാൻ മടുത്തു. ടീച്ചർ അങ്ങനെ ഇടാൻ പറ്റില്ല, കാരണം നിനക്ക് ഒരു പരീക്ഷയ്ക്കും 0 കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ 35 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എന്റെ പണി പോകും, അത് നടക്കില്ല. പിന്നെ എന്ത് സദ്വാർത്ത ഉള്ളത്? ഒരു സദ്വാർത്ത ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ ഞാൻ ഇത് പറയുന്നത്? എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിൽ പറയാൻ പറ്റത്തില്ലല്ലോ, മ്യൂട്ടാണല്ലോ. ഓക്കെ. ഈ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു നിയമമുണ്ട്, പിള്ളേർക്ക് എഴുതാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാല്, കഴിവില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, അവർക്ക് ഡിസ്ലെക്സിയ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിപ്പിക്കാം. അതായത് പ്രോക്സി, വേറൊരാൾ എഴുതും, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എഴുതാൻ ഒരാളെ വെക്കാം, സ്ക്രൈബ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, എല്ലാ ഗവൺമെന്റ്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും റൂളുണ്ട്. ഞങ്ങളുടെ ഒരു മോള റൂൾ ഉപയോഗിച്ചാണ് 10ാം ക്ലാസ് പാസ്സായത്. ഷീ ഹാഡ് ദിസ് പ്രോബ്ലം, ഡയഗ്നോസ് ചെയ്ത പ്രോബ്ലം. അപ്പൊ ടീച്ചർ പറയുന്നത്, നിനക്കൊരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാം. അപ്പോ ഞാൻ പറയും, സ്ക്രൈബ് കൊണ്ട് എന്താ ടീച്ചറെ കാര്യം? ഞാൻ പറഞ്ഞു കൊടുത്താലല്ലേ അവൻ എഴുതാൻ പറ്റുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അവൻ സ്ക്രൈബ് അല്ലേ, അപ്പൊ എനിക്ക് ഒരു വക അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ അവന് പറഞ്ഞു കൊടുക്കും? അപ്പൊ ടീച്ചർ പറഞ്ഞു, മോനെ നല്ല വാർത്ത എന്തെന്നറിയോ? ഈ വർഷം നിന്റെ സ്ക്രൈബ് ഞാനാണ്. നല്ല വാർത്ത. ഇപ്പൊ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന, ആൻസർ ഷീറ്റ് നോക്കുന്ന അതേ ടീച്ചർ തന്നെ നമ്മുടെ എക്സാമും കൂടെ എഴുതുവാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും നമുക്ക്? വേറെ എന്തേലും വഴിയുണ്ടോ? ഒരു വഴിയില്ല. എന്റെ കാരണം എന്നറിയോ? ജയിക്കാൻ വേണ്ടത് 35 ജയിക്കാൻ വേണ്ടത് 100. ഏതെങ്കിലും ഒരിടത്ത് തെറ്റുന്നവൻ എല്ലായിടത്തും തെറ്റുവോ? ഒരു പ്രമാണം, ഒരാൻസർ തെറ്റിയാൽ എക്സാം തീർന്നു. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നമുക്ക് കർത്താവ് ഒരു രക്ഷാമാർഗം ഒരുക്കിയത്, ഒരു പകരക്കാരനിലൂടെയാണ്. ഇത് ബൈബിളിലുണ്ടോ? ബൈബിളിൽ ഇതാ ഉള്ളത്. നമുക്ക് നോക്കാം. 7-ാം അധ്യായത്തിന്റെ 24 നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? അയ്യോ, ഇഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കുമെന്ന്? ആര് വിടുവിക്കുന്ന എക്സ്പ്ലനേഷൻ നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടില്ല? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അടുത്ത വാക്യമാണ് ഉത്തരം. 3 വായിച്ചിട്ട് നമുക്ക് 2-1 നാളെ കാണാം. മൂന്നാമത്തെ, ഇതാണ് ഞാനിപ്പോ പറഞ്ഞ പകരക്കാരൻ. 8:3 ഞാൻ വായിക്കാം. ജഡത്താലുള്ള ബലഹീന നിമിത്തം, ഇതെല്ലാം നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടിരുന്നേ, നമ്മുടെ ജഡം ബലഹീനമാണ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടതാണ്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. എന്താ കഴിയാഞ്ഞത്? നമ്മളെ നീതിമാന്മാരാക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ത് കൽപ്പന കൊടുത്താൽ അനുസരിക്കാൻ പറ്റുന്ന ശരീരമില്ല. സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഒരു വലിയ വടിയുമായിട്ട് വന്നാല പൊട്ടിട്ട് തരുമല്ല ചെയ്ത്. അവൻ തന്റെ പുത്രനെ എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ ഇത് സാധിപ്പിക്കാൻ വേണ്ടി, നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടി, സാധിപ്പിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സദൃശത്തിലും പാപ നിമിത്തവും അയച്ചു. ദൈവം എന്ത് ചെയ്തു? നമ്മളെപ്പോലുള്ളൊരു ശരീരമായിട്ട്, പാപമില്ല, പാപജഡത്തിന്റെ സദൃശത്തിൽ നമ്മെപ്പോലുള്ളൊരു ശരീരമായിട്ട് കർത്താവിനെ നമുക്ക് പകരക്കാരനായിട്ട് അയച്ചു. അവന്റെ ശരീരത്തിൽ അകപ്പെ വരുമായിരുന്നു.
അവനിൽ ന്യായപ്രമാണം പൂർത്തിയാകുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നിറവേറാൻ വേണ്ടിയാണ് ഈ പകരക്കാരനെ വിട്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുമായിരുന്നു. അവൻ മരിച്ചു പുനരുത്ഥാനം ചെയ്തിട്ട് ആ തിരസ്കരിക്കപ്പെട്ട ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ആ ആത്മാവിന്റെ ഫലമായി നമ്മുടെ ഉള്ളിൽ അകപ്പെ ഉണ്ടാക്കുകയാണ് കർത്താവ് ചെയ്തത്. അപ്പൊ പകരക്കാരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ക്രിസ്തു എനിക്ക് പകരം വന്നിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്തതായിട്ട് അവിടെ കാണുന്നു. ഒന്ന്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എനിക്ക് പകരം കർത്താവ് ക്രൂശിൽ മരിച്ചു ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമോ? നമ്മളിൽ നീതി നിറവേറ്റി, നമ്മളിൽ നീതിയെ പൂർത്തിയാക്കി. അപ്പൊ രണ്ട് കാര്യങ്ങളിൽ യേശു എന്റെ പകരക്കാരനാണ്. ഒന്ന്, എനിക്ക് പകരം അവൻ മരിച്ചു, കാൽവരി ക്രൂശിൽ മരിച്ചുകൊണ്ട് ഞാൻ ഇനി മരിക്കണ്ട. രണ്ട്, എനിക്ക് പകരം അവൻ ജീവിച്ചു. അപ്പൊ ഇന്ന് നമ്മളെ വിടുവിക്കുന്ന ആ പകരക്കാരൻ ഇങ്ങനെയാണ്: ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രേ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെ പവറുള്ളൂ. നിങ്ങൾ വീട്ടോട്ട് ചെല്ലുമ്പോൾ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ്. പക്ഷെ നിങ്ങൾ കൺഫസ് ചെയ്യുന്നതറിയാം, എനിക്കൊരു പകരക്കാരനുണ്ട്. ഞാനാണെങ്കിൽ ജഡത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുന്നത്, പക്ഷെ എന്റെ പകരക്കാരൻ മുഴുവൻ അകപ്പയാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. പഴയത് ഉരിഞ്ഞു പോയി, പുതിയത് ജനിച്ചിരിക്കുന്നു. ഈ വീണ്ടും ജനനത്തിൽ ക്രിസ്തു എനിക്ക് പകരക്കാരനായിരിക്കുമ്പോഴാണ് അവന്റെ ന്യായപ്രമാണം എന്നിൽ നിറവേറുന്നത്. അത് അവൻ നമ്മിൽ നിറവേറ്റും. എന്തുകൊണ്ട് നിറവേറ്റും? നമ്മെ രക്ഷിച്ചിരിക്കുന്നത് തന്നെ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് അപ്പോസ്തലിക ഉപദേശം. എത്ര മനോഹരമാണ്! ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ജീവിതം വെറുതെ ആയി പോയില്ലേ, അല്ലെ? നമുക്ക് ആ വിശുദ്ധീകരണത്തിന്റെ പങ്കാളിത്തം അനുഭവിക്കാൻ പറ്റിയല്ല ക്രിസ്തു ഇല്ലാതെ. അതുകൊണ്ട് ഓരോ സമയത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ കർത്താവിനെ പോലൊന്നും അല്ല. എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ അറിയ പോലും ഇല്ല ആരെയും. പകുതി ആരെയും തന്നെ എനിക്ക് മുഖപരിചയം അത്രയില്ല. തന്നെയല്ല, ഞാൻ വലിയ മറവിക്കാരനുമാണ്. എനിക്ക് ആളുകളുടെ മുഖം ഒന്നും ഓർമ്മ വരികയില്ല. ഐ എം എ വെരി വീക്ക് പേഴ്സൺ ഇൻ ദാറ്റ്. എനിക്ക് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. എന്നോട് പലരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും സ്നേഹമാണ്, സ്നേഹത്തോടെ എൻക്വയറി ചെയ്യുന്നതിന് ഓർമ്മയുണ്ടോ പാസ്റ്ററെ? ഐ എം ബ്രോക്കൺ. എനിക്ക് ഒരു ഓർമ്മയില്ല, എനിക്ക് നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ഇത്രയും ഓർമ്മയില്ലാത്ത ഒരാള് നിങ്ങളുടെ അകപ്പയുണ്ടെന്നൊക്കെ പറഞ്ഞ് വഴി വെച്ച് കണ്ടാലോ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഹലോ പ്രൈസ്, നിങ്ങൾ വിശ്വസിക്കുമോ അകപ്പയുണ്ടെന്ന്? ഇല്ല. പക്ഷെ അപ്പൊ എനിക്ക് ഈ പ്രസംഗത്തിന്റെ അവസാനം കിട്ടുന്ന മാർക്ക് എത്രയായിരിക്കും എന്നറിയോ? 0. കാരണം കർത്താവ് ഒറ്റ കാര്യം നോക്കുന്നുള്ളൂ: സ്നേഹം ഉണ്ടായിരുന്നോ? ഇല്ല, 0. അപ്പൊ പകരക്കാരനിലേക്ക് നോക്കി ഒരു നിമിഷം. പകരക്കാരനായി ക്രിസ്തു ആയിരുന്നു നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലോ എന്തൊരു സ്നേഹമായിരുന്നേനെ, എന്തൊരു ഭാരമായിരുന്നേനെ, അല്ലേ? ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, എന്തായാലും ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ 0 മേടിക്കാൻ വേണ്ടിയാണോ ഇപ്പൊ പ്രസംഗിക്കുന്നത്? അല്ല, എനിക്കൊരു പകരക്കാരനുണ്ട്. ഞാൻ കർത്താവിന്റെ പറയാം, കർത്താവെ ഞാനല്ല, നീ അവരോട് സംസാരിക്കണം. എന്റെ ആഗ്രഹമല്ല അവർ കേൾക്കേണ്ടത്, നീ എന്താ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാനൊരു മണ്ടനെ പോലെ, പൊട്ടനെ പോലെ, വേറൊന്നും അറിയാത്തവനെ പോലെ ഞാൻ നിന്നോളാം. യു ടോക്ക്. നീ സ്നേഹിക്കുമ്പോഴാണ് നിന്റെ സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് പകരക്കാരനുണ്ട്. ആ പകരക്കാരനെ വെച്ചാണ് ഞാൻ പ്രത്യാശിക്കുന്നത് എനിക്ക് ഇതിനകത്ത് 100 കിട്ടും. കാരണം ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മീ, സമൺ എൽസ് ഈസ് റൈറ്റിംഗ് മൈ എക്സാമിനേഷൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ എക്സാമിനേഷനിലും നമുക്കൊരു പകരക്കാരനെ വിശ്വാസത്താൽ ലഭിക്കും. ഗലാത്യ ലേഖനം 2:20 നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായി വായിക്കുക. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് പകരം ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ജീവൻ ഞങ്ങൾ ജീവിക്കുവാൻ, പുത്രന്റെ ജീവന്റെ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങൾ നടക്കുവാൻ, അങ്ങയുടെ ജീവന്റെ എല്ലാ അവകാശങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹമുണ്ട് കർത്താവെ. ഞങ്ങൾ പലപ്പോഴും ബാലപാഠങ്ങളിൽ കുരുങ്ങിപ്പോകുന്നവർ, പലപ്പോഴും പാപത്തിൽ വീണു പോകുന്നവർ കർത്താവ്. എന്നാൽ നീതിയുടെ അടിമത്തത്തിലേക്ക്, നീതിയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഹെവൻലി സ്ലേവറിയിലേക്ക് ഞങ്ങളെ നയിക്കണം. അങ്ങയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.